സ്പെഷ്യൽ ബോണ്ടിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ സർഫസ് കെമിസ്ട്രിയുടെ കൊളോയിഡ്സ് എന്ന ഭാഗത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് കൊളോയിഡ്സിൻ്റെ പ്രിപ്പറേഷൻ, പ്യൂരിഫിക്കേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് എന്ന ഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. വലിയൊരു പോർഷനാണ്, ലെങ്തി പോർഷനാണ്. കുറേ കാര്യങ്ങൾ ഒരുമിച്ച് പറയാനുള്ളത് കൊണ്ടാണ് ഒറ്റ വീഡിയോ ആക്കുന്നത്. എല്ലാവരും വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. മെയിൻ പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. ഡയഗ്രാംസ് ഉണ്ടായിരിക്കും, ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ നോട്ട് ചെയ്ത് പോവുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. സോ മെനി ക്വസ്റ്റ്യൻസ് ആർ ആസ്കിങ് ഫ്രം ദിസ് ഏരിയ. ഓക്കെ, നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് ഫിസിക്കൽ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സിലെ ആദ്യ ഭാഗം ഫിസിക്കൽ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ. രണ്ട് ടൈപ്പാണുള്ളത്, ഫിസിക്കൽ മെത്തേഡ് ആൻഡ് കെമിക്കൽ മെത്തേഡ്. അതിൽ ഫിസിക്കൽ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനിൽ നമ്പർ 1 മെക്കാനിക്കൽ ഡിസിൻറ്റഗ്രേഷൻ, നമ്പർ 2 ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ, തേർഡ് വൺ എക്സസീവ് കൂളിംഗ്, ഫോർത്ത് വൺ എക്സ്ചേഞ്ച് ഓഫ് സോൾവെൻറ്റ് ആൻഡ് ഫിഫ്ത്ത് വൺ പെപ്റ്റൈസേഷൻ. അതിൽ എക്സസീവ് കൂളിങ്ങും എക്സ്ചേഞ്ച് ഓഫ് സോൾവെൻറ്റും വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യില്ല, കാര്യം എന്താണെന്ന് പറഞ്ഞുതരാമെന്ന് മാത്രം. മെക്കാനിക്കൽ ഡിസിൻറ്റഗ്രേഷനും ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷനും പെപ്റ്റൈസേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഈ മെക്കാനിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ഓർ മെക്കാനിക്കൽ ഡിസ്പേഷൻ മെത്തേഡ് എന്ന് നോക്കാം. വളരെ ഡയഗ്രം നോക്കിയാൽ തന്നെ വളരെ സിമ്പിളാണ് നമുക്ക് മനസ്സിലാക്കാൻ. രണ്ട് ഡിസ്കുകളാണ്, രണ്ട് ഓപ്പോസിറ്റ്ലി റൊട്ടേറ്റിംഗ് ഡിസ്ക് കണ്ടല്ലോ. അതിൻ്റെ ആരോ മാർക്ക് ഇട്ടിരിക്കാൻ നോക്കിയാൽ ഒരെണ്ണം ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അടുത്തത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന മെറ്റാലിക് ഡിസ്കിൻ്റെ, സ്റ്റീൽ ഡിസ്കിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഏത് തരത്തിലുള്ള സോളാണോ കിട്ടേണ്ടത്, കൊളോയിഡൽ പാർട്ടിക്കിളാണോ കിട്ടേണ്ടത്, ആ മെറ്റീരിയലിൻ്റെ കോഴ്സ് സസ്പെൻഷൻ ഇട്ട് കൊടുക്കുന്നു. കോഴ്സ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലുതായിരിക്കും, ഒരു ഗ്രാനുവൽ വലുപ്പത്തിലുള്ള പാർട്ടിക്കിൾസ് ഇട്ട് കൊടുക്കും. മണൽ, സാൻഡൊക്കെ പോലത്തെ പാർട്ടിക്കിൾസാണ്. അത് നമ്മൾ മേലെ നിന്ന് ഇട്ട് കൊടുക്കുന്നു. അത് താഴേക്ക് വരുന്നു, താഴേക്ക് വന്ന് ഈ ഡിസ്കിൻ്റെ ഇടയിലേക്ക് എത്തുന്നു. അതിൻ്റെ ഇടയിലൊക്കെ ഹോൾസ് ഉണ്ടായിരിക്കും. ആ മേലെ നിന്ന് വരുന്ന ആ പൈപ്പിൻ്റെ ഇടയിലൊക്കെ ഹോൾസ് ഉണ്ട്. ആ പൈപ്പിലൂടെ താഴേക്ക് വന്ന് ഈ ഡിസ്കുകളുടെ ഇടയിലേക്ക് എത്തുകയും ആ ഡിസ്കിൻ്റെ ഇടയിൽ വെച്ച് ഗ്രൈൻഡ് ചെയ്യപ്പെടുകയും ചെയ്യും. നമ്മൾ ഗോതമ്പൊക്കെ പൊടിക്കുന്നത് പോലെ, അരിയൊക്കെ പൊടിക്കുന്നത് പോലെ ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് ഏത് വലുപ്പത്തിലാണോ കിട്ടേണ്ടത് ആ വലുപ്പത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ നമ്മുടെ ഡിസ്റ്റൻസ്, ഈ ഡിസ്കുകളുടെ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്താൽ കൃത്യമായിട്ട് ഏത് വലുപ്പത്തിലാണോ വേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ കൊളോയിഡൽ വലുപ്പത്തിലാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വലുപ്പത്തിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. സോ വി ആർ ഗെറ്റിംഗ് ദി കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ഓക്കെ, ദറ്റ് ഈസ് മെക്കാനിക്കൽ ഡിസ്പേഷൻ മെത്തേഡ്. ദറ്റ് ഈസ് വെരി സിമ്പിൾ. അതിന് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, ഡയഗ്രാം കണ്ടാൽ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദറ്റ് ഈസ് കോൾഡ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് ഓർ ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഒരു ചെറിയ ഡയഗ്രാം നോക്കാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. നോക്കൂ, ഒരു വെസൽ എടുത്തിരിക്കുന്നു. ആ വെസലിൽ ഡിസ്പേഷൻ മീഡിയം എടുത്തിട്ടുണ്ട്. ഐസ് ബാത്താണ് ഈ വെസലിൽ നമ്മൾ അടിഭാഗത്ത് വെച്ചിരിക്കുന്നത്, ചുറ്റും വെച്ചിരിക്കുന്നത് 3 സൈഡ്സിൽ. എന്തിനാണ് ഐസ് ബാത്ത് വെച്ചതെന്ന് ചോദിച്ചാൽ വളരെ നല്ല താഴ്ന്ന ടെമ്പറേച്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഐസ് ബാത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഡിസ്പേഷൻ മീഡിയം നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഏത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണോ എടുക്കേണ്ടത് അതും സെലക്ട് ചെയ്യാം. ആ ഡിസ്പേഴ്സ്ഡ് ഫേസ് മെറ്റൽ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോഡ്സ് ആയിട്ടാണ് ആ മെറ്റൽസ് വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ മെറ്റൽ ഏത് മെറ്റലാണോ, ഫോർ എക്സാമ്പിൾ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ, ഇതൊക്കെയാണ് സാധാരണ എടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൊളോയിഡൽ സൊല്യൂഷൻ സോൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കുക. ഇനി നമ്മൾ ഇന്ന് ഹൈ വോൾട്ടേജിൽ ബാറ്ററി കണക്ഷൻ കൊടുക്കുന്നു. സോ ഇലക്ട്രിസിറ്റി വരുന്നു. ഇലക്ട്രിസിറ്റി വന്ന് ഇലക്ട്രോഡ്സിലൂടെ വന്ന് 2 ഇലക്ട്രോഡ്സിലൂടെയും അതങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയില്ല, ഇലക്ട്രിസിറ്റിക്ക് പാസ് ചെയ്ത് പോകാൻ കഴിയുന്നില്ല. കാരണം ഡിസ്പേഷൻ മീഡിയം ഒരു നല്ലൊരു കണ്ടക്ടർ അല്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോകുന്നില്ല. മറിച്ച് സംഭവിക്കുന്ന അവിടെ ഇലക്ട്രോളിസിസ് നടക്കുന്നില്ല, മറിച്ച് സംഭവിക്കുന്നത് ഹീറ്റഡ് അപ്പ് ആവുകയാണ്, ചൂടാവുകയാണ് ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചറിൽ ഇലക്ട്രോഡുകൾ വരും. ഇലക്ട്രോഡുകൾ ഹൈ ടെമ്പറേച്ചറിലേക്ക് വരുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പേഴ്സ് ചെയ്ത് പോകും. ഈ മെറ്റൽ ഡിസ്പേഴ്സ് ചെയ്ത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസായി മാറും. സോ ഇലക്ട്രിക് ആർക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ 2 റോഡ്സ്. ഇലക്ട്രിക് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഈ 2 റോഡുകളുടെ ഇടയ്ക്ക് ഇലക്ട്രിക് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഇമേഴ്സ് ചെയ്തിരിക്കുന്നത് KOH എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലാണ്. വാട്ടർ കണ്ടെയ്നിങ് KOH, ചെറുതായിട്ട് വാട്ടറാണ് ഡിസ്പേഷൻ മീഡിയം എങ്കിൽ വാട്ടറിലേക്ക് ഒരല്പം KOH ടു സ്റ്റെബിലൈസ് ദ സോൾ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് എന്തിലാണ്, ഐസ് ബ്ലോക്കുകളിലാണ്. ഇത്രയും ഓർത്തിരിക്കുക. അപ്പോൾ ഡിസ്പേഷൻ മീഡിയം നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന വാട്ടറാണ്. വാട്ടറിൽ ഒരല്പം KOH സ്റ്റെബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഈ സോളിൻ്റെ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം KOH ചേർത്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ മെറ്റൽ, ഏത് മെറ്റലാണോ ആ മെറ്റലിനെ നമുക്ക് ഇലക്ട്രോഡുകളാക്കാം. ഇലക്ട്രോഡുകളുടെ ഇടയിൽ ഇലക്ട്രിക് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും, ഹൈ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ മെറ്റൽ ഡിസ്പേഴ്സ് ചെയ്യും. മെറ്റൽ ചെറിയ ചെറിയ ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് മാറുകയും അത് ഡിസ്പേർഷൻ മീഡിയത്തിലേക്ക് ഡിസ്പേഴ്സ് ചെയ്ത് പോവുകയും ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് ഇലക്ട്രിക് ഡിസ്പേർഷൻ മെത്തേഡ് ഓർ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. ആൻഡ് ഗോൾഡ് സോൾ, സിൽവർ സോൾ എക്സെട്ര ക്യാൻ ബി പ്രൊഡ്യൂസ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക, വരയ്ക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്
This method is used for the preparation of salts metals such as gold, platinum, silver, etc. വളരെ ഇനേർട്ട് ആയിരിക്കുന്ന മെറ്റൽസിനെയാണ് സാധാരണ ഈ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ സോളാക്കാൻ ഉപയോഗിക്കുന്നത്. മറ്റ് മെത്തേഡ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് മെറ്റൽസിനൊക്കെ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, കൊളോയിഡ്സ് ആക്കി മാറ്റാൻ കഴിയും. പക്ഷേ ഇനേർട്ട് മെറ്റൽസ് ലൈക്ക് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം എക്സെട്ര ക്യാൻ ബി പ്രിപ്പേർഡ്, ദാറ്റ് ഈസ് സോൾട്ട് ക്യാൻ ബി പ്രിപ്പേർഡ് ബൈ യൂസിങ് ദിസ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. സോ ഇലക്ട്രിക് ആർക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡയഗ്രാം അവിടെ കാണുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് പെപ്റ്റൈസേഷൻ. കാരണം സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാൻ കഴിയും പെപ്റ്റൈസേഷൻ എന്ന ടേം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. കാരണം നമ്മൾ ബയോമോളിക്യൂൾസിലും ബയോളജിയിലൊക്കെ പഠിക്കുന്നുണ്ട്, പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അതായത് നമ്മുടെ പ്രോട്ടീൻസിലാണ് സാധാരണ പെപ്റ്റൈഡ് ബോണ്ടുകൾ വരിക. CONH ബോണ്ടിനെയാണ് നമ്മൾ പെപ്റ്റൈഡ് ബോണ്ട് അഥവാ അമൈഡ് ബോണ്ട് എന്നൊക്കെ പറയുക. ആ പെപ്റ്റൈഡ് ബോണ്ടുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ദർ ഇസ് നോ റിലേഷൻ ബിറ്റ്വീൻ പെപ്റ്റൈഡ് ബോണ്ട് ആൻഡ് പെപ്റ്റൈസേഷൻ. ഓർത്തിരിക്കുക, ചില കുട്ടികളെങ്കിലും പെപ്റ്റൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് എന്ന് പറഞ്ഞ പെപ്റ്റൈഡിലേക്കൊക്കെ കിടക്കാറുണ്ട്. അതിലേക്ക് പോകരുത്. പെപ്റ്റൈസേഷൻ ഇസ് എ സ്പെഷ്യൽ പ്രോസസ്. ഓക്കെ, സോ കൊയാഗുലേഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രസിപ്പിറ്റേറ്റിനെ കൊയാഗുലേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഒരു കൊളോയിഡിനെ കൊയാഗുലേറ്റ് ചെയ്യുക. ഒരു കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റുന്ന മെത്തഡാണ് കൊയാഗുലേഷൻ. ഒരു പ്രസിപ്പിറ്റേറ്റ് ആക്കുകയാണ് അവിടെ. കൊളോയിഡിനെ പ്രസിപ്പിറ്റേറ്റ് ആക്കുകയാണ് ഇതിൽ കൊയാഗുലേഷനിൽ. പക്ഷേ പെപ്റ്റൈസേഷൻ നേരെ ഓപ്പോസിറ്റാണ്. ഒരു പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡ് ആക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതിനൊരു കോഡ് വേണമെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാം, CCP എന്ന് പറഞ്ഞാൽ കൊയാഗുലേഷൻ ഈസ് ദ കൺവേർഷൻ ഓഫ് കൊളോയിഡ് ഇൻ ടു പ്രസിപ്പിറ്റേറ്റ്. CCP എന്നൊരു കോഡ് ഓർത്തിരിക്കുക. എന്നാൽ ഇവിടെ PPC എന്ന ഓപ്പോസിറ്റ് കോഡ് ഓർക്കുക. PPC മീൻസ് പെപ്റ്റൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ് ഇൻ ടു കൊളോയിഡ്. PPC എന്ന കോഡ് നന്നായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അതൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് ഇടുന്ന കോഡുകളാണ്. ഇതുപോലെ നിങ്ങൾക്കും കോഡുകൾ ഇട്ട് പഠിക്കാൻ കഴിയണം, ഓർത്തിരിക്കുക. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ പ്രസിപ്പിറ്റേറ്റ് ഇൻ ടു കൊളോയിഡ് ഈസ് കോൾഡ് പെപ്റ്റൈസേഷൻ. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയി കഴിഞ്ഞു. ഒരു കൊളോയിഡിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് എന്ത്, പെപ്റ്റൈസേഷൻ. പ്രസിപ്പിറ്റേറ്റിൽ നിന്നാണ് കൊളോയിഡ് ഉണ്ടാക്കുന്നത്, ഓർത്തിരിക്കുക. ഷേക്ക് ദ പ്രസിപ്പിറ്റേറ്റ് വിത്ത് എ ഡിസ്പെർഷൻ മീഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്. ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസിൽ ഈ ഡിസ്പെർഷൻ മീഡിയവുമായിട്ട് ഈ കൊളോയിഡ് എന്ത് ചെയ്യുക, that means shake the precipitate ഡിസ്പെർഷൻ മീഡിയവുമായിട്ട് ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് ദ കൊളോയിഡ്. ഓക്കെ, ഷെയ്ക്ക് ദ പ്രസിപ്പിറ്റേറ്റ് വിത്ത് ഡിസ്പെർഷൻ മീഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് ചേർക്കുന്നത് ഒരു ചെറിയ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. വലിയ തോതിൽ ഇലക്ട്രോലൈറ്റ് ചേർത്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും, കൊയാഗുലേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ നേരത്തെ നമ്മൾ KOH ആഡ് ചെയ്തത് കണ്ട പോലെ, ബ്രെഡിക്സ് ആർക്ക് മെത്തേഡിൽ KOH ആഡ് ചെയ്തത് കണ്ട പോലെ ഒരു മീഡിയം ക്രിയേറ്റ് ചെയ്യണം. അത് ദാറ്റ് മീൻസ് അവിടെയാണ് നമ്മൾ പിന്നെ ചാർജ് ഉണ്ടോ കൊളോയിഡിന് എന്നൊരു ഡൗട്ടിലേക്ക് എത്തുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് വരുന്നുണ്ട്. ഓക്കെ, വൺസ് അഗൈൻ ലിസൺ. പെപ്റ്റൈസേഷൻ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രസിപ്പിറ്റേറ്റ് എടുക്കുന്നു, പ്രസിപ്പിറ്റേറ്റ് ഡിസ്പെർഷൻ മീഡിയവുമായിട്ട് ഷേക്ക് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്. വാട്ട് ഹാപ്പൻ ഹിയർ, വി ഗെറ്റ് എ സ്ട്രോങ് കൊളോയിഡ് ഓർ സ്റ്റെബിലൈസ്ഡ് കൊളോയിഡ് ഓർ സ്റ്റേബിൾ കൊളോയിഡ്. ദിസ് ഇലക്ട്രോലൈറ്റ് ഈസ് എ പെപ്റ്റൈസിങ് ഏജന്റ്. ഐ ഹാവ് ടോൾഡ് യു that KOH is a peptizing agent or stabilizing agent in the previous case of Bredik's arc method. Here also in peptization a peptizing agent is used that is called an electrolyte. അതൊരു ഇലക്ട്രോലൈറ്റ് ആണെന്നാണ് അറിയപ്പെടുന്നത്. ആ ഇലക്ട്രോലൈറ്റ് ആണ് ശരിക്കും ഇവിടെ പെപ്റ്റൈസിങ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ദിസ് ഇലക്ട്രോലൈറ്റ് ഈസ് ആക്ടിങ് ആസ് ദ പെപ്റ്റൈസിങ് ഏജന്റ്. ഓക്കെ, സോ വാട്ട് ഈസ് പെപ്റ്റൈസേഷൻ? Peptization is the process of converting a precipitate into colloid. PPC എന്ന കോഡ് ഓർത്തിരിക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വളരെ നല്ല എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഫെറിക് ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. സാധാരണ നമ്മൾ പ്രാക്ടിക്കൽ നടത്തുന്ന സമയത്ത് തേർഡ് ഗ്രൂപ്പിൽ അലുമിനിയമാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ പഴയ സിലബസിലൊക്കെ അയൺ ഉണ്ടായിരുന്നു. അപ്പോൾ NH4Cl NH4OH ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടും തേർഡ് ഗ്രൂപ്പിൽ. കാറ്റോൺ അനാലിസിസ് അത് നമ്മളെ സ്പെഷ്യൽ ആയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് പ്രാക്ടിക്കലിന് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് ഇറക്കിയ ഒരു വീഡിയോ, SPCl ബോണ്ടിൻ്റെ. ആ വീഡിയോ കണ്ടാൽ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം, എങ്ങനെയൊക്കെയാണ് പ്രാക്ടിക്കൽസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ആ വീഡിയോ കാണുക പരമാവധി. പ്രാക്ടിക്കൽസിൻ്റെ SPCl ബോണ്ടിൻ്റെ പ്രാക്ടിക്കൽസിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഉണ്ട്, അത് കാണുക. ഓക്കെ, സോ ഇവിടെ ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസിപ്പിറ്റേറ്റ് നമ്മൾ എടുത്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. അത് ഒരു ഇലക്ട്രോലൈറ്റായ ഫെറിക് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. സോ വി ഗെറ്റ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഓഫ് ഫെറിക് ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഫെറിക് ഹൈഡ്രോക്സൈഡ് നേരത്തെ എന്തായിരുന്നു, പ്രസിപ്പിറ്റേറ്റ് ആയിരുന്നു. അത് ഫെറിക് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നു, വി ഗെറ്റ് ഫെറിക് ഹൈഡ്രോക്സൈഡ് കൊളോയിഡ്. ഓക്കെ, അതുപോലെ അപ്പോൾ അതിൽ ചാർജ് ഫോം ചെയ്തൊക്കെ കണ്ടാൽ മനസ്സിലുണ്ടാവും. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മെത്തഡാണ് കെമിക്കൽ മെത്തഡ് ഓഫ് പ്രിപ്പറേഷൻ. ഫിസിക്കൽ മെത്തേഡ്സിൽ ഇവിടെ കഴിഞ്ഞു. അതിൽ രണ്ട് കാര്യങ്ങൾ, എക്സ്ചേഞ്ച് ഓഫ് സോൾവെൻറ്റ്, എക്സസീവ് കൂളിംഗ് ആ ടേമിൽ തന്നെയുണ്ട്. ദറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ കെമിക്കൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 മെത്തേഡ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഡബിൾ ഡികമ്പോസിഷൻ ആൻഡ് ഹൈഡ്രോളിസിസ്. ഓക്കെ, ടേക്ക് നമ്പർ 1 ഓക്സിഡേഷൻ.
ഇറ്റ്സ് വെരി സിമ്പിൾ. നോർമലി സൾഫർ സോൾ വാട്ടറിൽ ഉണ്ടാക്കാൻ പ്രയാസമാണ്. സൾഫർ ഇൻ വാട്ടർ സോൾ ഉണ്ടാക്കാൻ, കൊളോയിഡ് ഉണ്ടാക്കാൻ വലിയ പ്രയാസമാണ്. ദാറ്റ് മീൻസ് സാധാരണ ഇതിൽ സൾഫർ വാട്ടറിൽ ഡിസ്പേഴ്സ് ചെയ്ത് പോകാറില്ല. പക്ഷേ നമുക്ക് സൾഫർ ഇൻ വാട്ടർ കൊളോയിഡ് ഉണ്ടാക്കുകയും വേണം, സോൾ ഉണ്ടാക്കുകയും വേണം. അപ്പോൾ അതിനുള്ളൊരു മെത്തേഡാണ് പറയുന്നത്. SO2ഉം H2S തമ്മിൽ റിയാക്ട് ചെയ്യിക്കുക. സൾഫർ ഡയോക്സൈഡ് ഇറ്റ്സ് എ ഗ്യാസ്, H2S is also a gas, and we get what oxidation of H2S may take place, and sulfur H2Sൽ S2 മൈനസ് ആണ് ഓക്സിഡേഷൻ നമ്പർ. ആ S2 മൈനസ് ഇസ് കൺവേർട്ടഡ് ടു യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ വാദത്തിന് പറയാം ഈ SO2ലെ സൾഫർ റെഡ്യൂസ് ചെയ്തില്ലേ ചോദിക്കാം. പക്ഷേ അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹൈഡ്രജൻ സൾഫൈഡിനാണ്. ഹൈഡ്രജൻ സൾഫൈഡ് ഓൾറെഡി എടുക്കുന്നു. ഹൈഡ്രജൻ സൾഫൈഡിലേക്ക് ഒരല്പം സൾഫർ ഡയോക്സൈഡ് ആഡ് ചെയ്യുന്നു. സോ ഹൈഡ്രജൻ സൾഫൈഡാണ് കൂടുതൽ മോളിക്യൂൾസ് എടുത്തിരിക്കുന്നത്, മോൾസ് എടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സോ വി ഗെറ്റ് സൾഫർ സോൾട്ട് ഇൻ വാട്ടർ. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ മെത്തേഡ്. അനദർ വൺ ഈസ് കോൾഡ് റിഡക്ഷൻ മെത്തേഡ്. റിഡക്ഷൻ നമുക്ക് നോക്കൂ, നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്. ഗോൾഡ് ക്ലോറൈഡ് AuCl3 എടുത്തിരിക്കുന്നു. അത് ഫോമാൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്തു ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ. സോ വി ഗെറ്റ് Au സോൾ, ഗോൾഡിൻ്റെ സോൾ കിട്ടുന്നു. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഫോമിക് ആസിഡ് ആൻഡ് HCl ആർ ഫോംഡ്. അപ്പോൾ ഇവിടെ ഗോൾഡിൻ്റെ സോൾ, സാധാരണ ഗോൾഡ് സോൾ ഉണ്ടാക്കാൻ നമ്മൾ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡൊക്കെയാണ് ഉപയോഗിക്കുക. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു കെമിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നു. വളരെ കുറച്ച് കിട്ടുള്ളൂ. അത്രമാത്രം സയൻറ്റിഫിക് ആയിട്ടുള്ള, അത്രമാത്രം ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണെന്നല്ല ഇത്. ഇതൊരു ലാബ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആയിട്ട് മാത്രം കണ്ടാൽ മതി. സോ AuCl3 ഫോമാൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ. വി ഗെറ്റ് വാട്ട്? ഗോൾഡിൻ HCl ആൻഡ് ഫോമിക് ആസിഡ്. ഒരു കൊളോയിഡ് ഒരുമിച്ച് കിട്ടുന്നു, ഗോൾഡിൻ്റെ കൊളോയിഡ് കിട്ടുന്നു. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് റിഡക്ഷൻ മെത്തേഡ്. സോ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നന്നായിട്ട് ഓർത്തിരിക്കുക, എക്സാമിന് പ്രിപ്പയർ ചെയ്ത് ചെയ്യുക. ഓക്കെ. സോ ഡബിൾ ഡികമ്പോസിഷൻ ഈസ് അനദർ മെത്തേഡ്. ഡബിൾ ഡികമ്പോസിഷൻ രണ്ട് മോളിക്യൂളും ഡികമ്പോസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് AS2O3 മീൻസ് ആഴ്സനിക് ഓക്സൈഡ്, അത് ഹൈഡ്രജൻ സൾഫൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. സോ വി ഗെറ്റ് AS2S3 ആഴ്സനിക് സൾഫൈഡിൻ്റെ സോൾ ഇൻ വാട്ടർ കിട്ടുന്നു. അപ്പോൾ ഈ എക്സാമ്പിൾ വളരെ ഭംഗിയായിട്ട് ഓർത്തിരിക്കുക, ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക. AS2O3 ആഴ്സനിക് ഓക്സൈഡ് ഹൈഡ്രജൻ സൾഫൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. സോ ഡബിൾ ഡികമ്പോസിഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ആൻഡ് വി ഗെറ്റ് വാട്ട്? AS2S3 ആഴ്സനിക് സൾഫൈഡ് ഇൻ വാട്ടർ, കൊളോയിഡ് ഈസ് ഒബ്റ്റൈൻഡ്. ദാറ്റ് ഈസ് ഡബിൾ ഡികമ്പോസിഷൻ. നെക്സ്റ്റ് വൺ, ദ ലാസ്റ്റ് വൺ ഈസ് ഹൈഡ്രോളിസിസ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഫെറിക് ക്ലോറൈഡ് എടുത്തിരിക്കുന്നു, ഫെറിക് ക്ലോറൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. സോ ഹൈഡ്രോളിസിസ് നടക്കുന്നു. സോ വി ഗെറ്റ് വാട്ട്? ഫെറിക് ഹൈഡ്രോക്സൈഡിന് HCl കൊളോയിഡ് കിട്ടുന്നു. ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ കൊളോയിഡ് നേരത്തെ ഉണ്ടാക്കി നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും, പെപ്റ്റൈസേഷൻ പ്രോസസ്. അതേപോലത്തെ ഒരു മെത്തേഡാണ് ഇവിടെയും. ഇവിടെ ഫെറിക് ക്ലോറൈഡാണ് എടുത്തിരിക്കുന്നത്, നോട്ട് ഫെറിക് ഹൈഡ്രോക്സൈഡ്. നേരത്തെ ഫെറിക് ഹൈഡ്രോക്സൈഡ് എടുത്തു, എന്നിട്ട് ഫെറിക് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ ഫെറിക് ക്ലോറൈഡ് എടുക്കുന്നു. ഫെറിക് ക്ലോറൈഡ് ബ്രൗൺ കളർഡ് മെറ്റീരിയലാണ്, ദറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് വാട്ടർ. സോ ഇത് ലാബിൽ നമുക്ക് കാണാൻ കഴിയും. കെമിസ്ട്രി ലാബിൽ ഫെറിക് ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്തിരിക്കുന്ന ഫെറിക് ക്ലോറൈഡിൻ്റെ ബോട്ടിൽസ് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ കൊളോയിഡൽ ഫോമിലാണ് അത് ഉണ്ടായിരിക്കുക. അടിഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ ഒരു പിന്നെ ഹാഫ് പാർട്ടിന് ശേഷം, ബോട്ടിലെ പകുതിക്ക് ശേഷം താഴേക്ക് നോക്കി നമുക്ക് കാണാൻ കഴിയും. സോ ഫെറിക് ക്ലോറൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് വാട്ടർ. വി ഗെറ്റ് വാട്ട്? ഫെറിക് ഹൈഡ്രോക്സൈഡ് ഇൻ HCl colloids. Okay, so these are the methods of preparation of colloids. So mainly physical and chemical methods, two types of methods are there. അതിൽ കെമിക്കൽ മെത്തേഡ്സ് ഇക്വേഷൻ ഒക്കെ വളരെ ഭംഗിയായിട്ട് ഓർത്തിരിക്കുക. സോ നെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദറ്റ് ഇസ് കോൾഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. 3 സ്പെഷ്യൽ മെത്തേഡ്സാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. 1 ഡയാലിസിസ്, 2 ഇലക്ട്രോ ഡയാലിസിസ്, 3 അൾട്രാ ഫിൽട്രേഷൻ. സോ 3 മെത്തേഡ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഓരോന്നും എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഓർത്തിരിക്കുക. ഓക്കെ, ടേക്ക് നമ്പർ 1 ഡയാലിസിസ്. ഡയാലിസിസ് ഫെമിലിയർ ടേം ടു യു അല്ലേ? ഡയാലിസിസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ്. കൊളോയിഡ്സിൽ അല്ലെങ്കിൽ കൂടി നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് അറിയപ്പെടുന്ന ഒരു ടേമാണ് ഡയാലിസിസ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു മെത്തേഡ് വളരെ സിമ്പിളാണ്. നമുക്ക് ഡയഗ്രം നോക്കി നമുക്ക് കാണാൻ കഴിയും. ഒരു വെസൽ എടുത്തിരിക്കുന്നു. ആ വെസലിൽ ഫ്രഷ് വാട്ടർ നിറച്ചിരിക്കുന്നു. അതിൽ നമ്മൾ ഒരു പാർച്ച്മെൻറ്റ് ബാഗിൽ, ഒരു ഡയാലിസിസ് ബാഗ് എന്നാ പറയാം, പാർച്ച്മെൻറ്റ് ബാഗ്, ഒരു സെമി പെർമേബിൾ ബാഗാണ്. ആ സെമി പെർമേബിൾ ബാഗിൽ, ഡയാലിസിസ് ബാഗിൽ നമ്മൾ കൊളോയിഡ് എടുത്തിരിക്കുന്നു. അപ്പോൾ ഫണൽ ഉപയോഗിച്ച് കൊളോയിഡ് നമുക്ക് ഒഴിക്കാൻ കഴിയുക ബാഗിലേക്ക്. അപ്പോൾ അതിൽ ഈ കൊളോയിഡിൽ ചിലപ്പോഴൊക്കെ ചില അയോൺസൊക്കെ ഉണ്ടായിരിക്കാം, ക്രിസ്റ്റലോയിഡ്സ് അയോൺസൊക്കെ ഉണ്ടായിരിക്കും. ആ അയോൺസിനെയൊക്കെ മാറ്റിക്കൊണ്ട് പ്യുവർ കൊളോയിഡ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് പ്യൂരിഫിക്കേഷൻ മെത്തേഡിലൂടെ ഉദ്ദേശിക്കുന്നത്. കൊളോയിഡൽ പാർട്ടിക്കിൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, കൊളോയിഡ് മാത്രമേ അതിലുണ്ടാവാൻ പാടുള്ളൂ. ഈ സ്മോൾ പാർട്ടിക്കിൾസ്, അയോൺസ്, ഇതൊക്കെ ഒഴിവായി പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ്, വളരെ സിമ്പിളാണ്. നമുക്ക് നോക്കാം. ദ പ്രോസസ് ഓഫ് റിമൂവിങ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ്. വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഡിസ്പെർഷൻ മീഡിയത്തിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിനെ, പാർട്ടിക്കിൾസിനെ, ഡിസോൾവ്ഡ് സബ്സ്റ്റൻസിനെ റിമൂവ് ചെയ്യണം. ദ പ്രോസസ് ഓഫ് റിമൂവിങ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ് ഫ്രം എ കൊളോയിഡ് by a diffusion through a membrane which allows the passage of ions or very small particles only, not colloidal particles. കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ ഈ ബാഗിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് കടന്നു പോകാൻ സമ്മതിക്കില്ല, അതിൻ്റെ വാളിലൂടെ പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല. മറിച്ച് വെരി സ്മോൾ പാർട്ടിക്കിൾസ്, അയോൺസ് എക്സെട്ര ആർ ഡിഫ്യൂസ്ഡ് ഫ്രം ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ്, കൊളോയിഡൽ പോർഷൻ ടു ദി വാട്ടർ പോർഷൻ. വാട്ടർ പോർഷനിലേക്ക് പുറത്തേക്ക് കടന്നു പോകും. ദിസ് മെത്തേഡ് ഇസ് കോൾഡ് ഡയാലിസിസ്.
വെരി സിമ്പിൾ മെത്തേഡ്. ഓക്കെ, ഈ ഡയാലിസിസ് പ്രോസസ്സിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ദ ഇമ്പ്യൂരിറ്റി സ്ലോലി ഡിഫ്യൂസ്ഡ് ഔട്ട് ഓഫ് ദ ബാഗ് ലീവിംഗ് ബിഹൈൻഡ് പ്യുവർ കൊളോയിഡൽ സൊല്യൂഷൻ. ക്ലിയർ നൗ? പ്യുവർ കൊളോയിഡൽ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നു, ഇമ്പ്യൂരിറ്റീസ് പുറത്തേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നു. The distilled water is changed frequently to avoid accumulation of the crystalloids, otherwise they may start diffusing back into the bag. It is very simple. അതായത് കുറേ കഴിയുന്ന സമയത്ത് ഈ കൊളോയിഡൽ പോർഷനിൽ നിന്ന് ബാഗിൽ നിന്ന് ഡിഫ്യൂസ്ഡ് പാർട്ടിക്കിൾസ് അയോൺസ് ഡിഫ്യൂസ് ചെയ്ത് ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് പ്യുവർ വാട്ടറിലേക്ക് കടന്നു പോയിക്കൊണ്ടേയിരിക്കും. കുറേ കഴിയുന്ന സമയത്ത് ഈ പ്യുവർ വാട്ടർ അഥവാ ഡിസ്റ്റിൽഡ് വാട്ടർ അക്യുമുലേറ്റ് ചെയ്യപ്പെടും, അത് സാച്ചുറേറ്റഡ് ആവാൻ തുടങ്ങും. അതിലേക്ക് അയോൺസ് ഇങ്ങനെ വന്ന് കുറേ കഴിയുമ്പോൾ പിന്നെ തിരിച്ചാണ് സംഭവിക്കുക. അതായത് ഓപ്പോസിറ്റ് റിയാക്ഷൻ നടക്കും, ഓപ്പോസിറ്റ് പ്രോസസ്സ് നടക്കും. അതായത് ഈ വാട്ടർ പോർഷനിൽ നിന്ന് പിന്നെ കൊളോയിഡൽ ബാഗിലേക്ക് ഡയാലിസിസ് ബാഗിലേക്ക് നടക്കാം ഡിഫ്യൂഷൻ, അത് ഒഴിവാക്കണം. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വാട്ടറും നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഡയാലിസിസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റിമൂവിങ് HCl ഫ്രം ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾട്ട്, എ വെൽ നോൺ എക്സാമ്പിൾ ഫോർ ഡയാലിസിസ്. ഓക്കെ, ഓർത്തിരിക്കുക, നല്ലൊരു എക്സാമ്പിളാണ്. ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾട്ടിൻ്റെ പ്യൂരിഫിക്കേഷൻ നടത്തണം, അതിൽ HCl ഇമ്പ്യൂരിറ്റി ആയിട്ട് ഉണ്ടായിരിക്കുക. ആ HClനെ H+ ആൻഡ് Cl- അയോൺസ് ആണ്. ഈ HCl എന്ന് പറയുന്ന അൺവാണ്ടഡ് മെറ്റീരിയലിനെ ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ഡയാലിസിസ് ഈസ് യൂസ്ഡ്. ഓക്കെ, ഡയാലിസിസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റിമൂവിങ് HCl ഫ്രം ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾട്ട്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് കുറച്ചുകൂടി ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഡയഗ്രമൊക്കെ നന്നായിട്ട് നോക്കി പഠിക്കുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയഗ്രം വരയ്ക്കാം. ആദ്യം കാണിച്ച ഡയഗ്രമായിരിക്കും നന്നായിരിക്കുക, ഈ ഡയഗ്രത്തിലല്ല, നേരത്തെ കാണിച്ച ഡയാലിസിൻ്റെ ഡയഗ്രമായിരിക്കും നന്നായിരിക്കുക. എന്നാൽ അതിൻ്റെ മെത്തേഡ് കുറച്ചുകൂടി വ്യക്തമാവുന്നതിന് വേണ്ടിയിട്ടാണ്. നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് ഡയഗ്രാംസ് നോക്കൂ. സ്റ്റാർട്ട് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നു, എൻഡ് ഓഫ് ദ ഡയാലിസിസ് എന്ത് സംഭവിച്ചു നോക്കൂ. പാർട്ടിക്കിൾസ് എല്ലാം പുറത്തേക്ക് പോയി കഴിഞ്ഞു, നിറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ആ വാട്ടർ അല്ലെങ്കിൽ ഡിസ്പെർഷൻ മീഡിയം ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ദാറ്റ്സ് ഓവർ. ഓക്കെ, ഇനി നോക്കുക, ഈ ഡയാലിസിസ് പ്രോസസ് ഒന്ന് സ്പീഡപ്പ് ചെയ്യണം എന്ന് വിചാരിക്കുക. എന്താ മെത്തേഡ്? ഈ ഡയാലിസിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് വരുന്ന പാർട്ടിക്കിൾസ് അയോൺസ് ആണ്, നമ്മൾ സൂചിപ്പിച്ചല്ലോ. ഈ അയോൺസിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? 2 ഇലക്ട്രോഡുകൾ വെച്ചാൽ മതി. മെറ്റൽ പ്ലേറ്റ് വെച്ച് അതിൽ വൈദ്യുതി കണക്ഷൻ, ഇലക്ട്രിക് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോഡുകളായി. അപ്പോൾ ഓപ്പോസിറ്റ് ഇലക്ട്രോഡിലേക്ക് ഓപ്പോസിറ്റ് അയോൺസ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഡയാലിസിസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഇലക്ട്രോ ഡയാലിസിസ്. If an electric field is applied to the process of dialysis, speed of dialysis increases. Ions may move towards opposite electrodes speedily. That is very simple. So, ഈ ഡയഗ്രവും ഓർത്തിരിക്കുക. ഇലക്ട്രോ ഡയാലിസും ചോദിച്ചിട്ടുണ്ട് എക്സാമിനേഷന്. അപ്പോൾ ഡയാലിസും ഇലക്ട്രോ ഡയാലിസും നന്നായിട്ട് പഠിക്കുക. These two methods are very, very important. Next is ultrafiltration. In ultrafiltration, we are using a filter paper that is ultrafilter paper, not ordinary filter paper, but it is ultrafilter paper. So, ultrafilter paper can be prepared from ordinary filter paper by soaking in collodion solution. So, what is collodion solution? That is 4% solution of nitrocellulose in a mixture of alcohol and ether. ആൽക്കഹോളും ഈഥറും കൂടി ചേർത്തിരിക്കുന്ന ഒരു മിക്സ്ചറിലേക്ക് നൈട്രോസെല്ലോസ് ചേർക്കുക. ദറ്റ് ഈസ് കോൾഡ് കൊളോഡിയോൺ സൊല്യൂഷൻ. ആ കൊളോഡിയോൺ സൊല്യൂഷനിലേക്ക് ഓർഡിനറി ഫിൽറ്റർ പേപ്പർ ഇടുക. ഫിൽറ്റർ പേപ്പർ ഇട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നേരം എടുത്ത ശേഷം അത് ഡ്രൈ ചെയ്യണം. അങ്ങനെ ഡ്രൈ ചെയ്തെടുത്തിരിക്കുന്ന ഫിൽറ്റർ പേപ്പറിനെയാണ് നമ്മൾ അൾട്രാ ഫിൽറ്റർ പേപ്പർ എന്ന് പറയുക. ഇൻ ഓർഡിനറി ഫിൽറ്റർ പേപ്പർ ദ പോർ സൈസ് ഈസ് സംവാട്ട് ലാർജ്. പോർ സൈസ് എന്ന് പറഞ്ഞാൽ സുഷിരങ്ങളുടെ സൈസ് വലിപ്പം കൂടുതലായിരിക്കും. അതിലൂടെ ചിലപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ് അടക്കം പോകാം. പക്ഷേ നമുക്ക് കൊളോയിഡിനെ ഫിൽറ്റർ ചെയ്തെടുക്കണം. ഫിൽറ്റർ ചെയ്തെടുക്കുമ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ് കൊളോയിഡ് പോകരുത്, മറിച്ച് അതിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സെപ്പറേറ്റ് പാർട്ടിക്കിൾസിനെ, സോൾവെൻറ്റിനെ അല്ലെങ്കിൽ സൊല്യൂബിൾ പാർട്ടിക്കിൾസിനെ, സബ്സ്റ്റൻസിനെ, സ്മോൾ പാർട്ടിക്കിൾസിനെ, ഇമ്പ്യൂരിറ്റീസിനെ ഒക്കെ റിമൂവ് ചെയ്യണം. അത്തരത്തിലുള്ള ഒരു ഫിൽറ്റർ പേപ്പറിനെയാണ് നമ്മൾ അൾട്രാ ഫിൽറ്റർ പേപ്പർ എന്ന് പറയുക. സോ ദ ഫിൽട്രേഷൻ ഓഫ് എ കൊളോയിഡ് ടു സെപ്പറേറ്റ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഫ്രം എ സോൾവെൻറ്റ് ആൻഡ് സൊല്യൂബിൾ സബ്സ്റ്റൻസസ് ബൈ യൂസിങ് സ്പെഷ്യലി പ്രിപ്പയർഡ് ഫിൽറ്റർ പേപ്പർ which is prepared by soaking the filter paper in collodion solution. It is the mixture of it is a solution containing എന്തൊക്കെയാണ്? നൈട്രോസെല്ലോസ് ഇൻ എ മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഈത്തർ. നോക്കൂ, ചെറിയ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അൾട്രാ ഫിൽറ്റർ പേപ്പർ വെച്ചിരിക്കുന്നു ഒരു വെസലിൻ്റെ സെൻറ്ററിൽ തന്നെ. ഈ പല മെത്തേഡ്സ് ഉണ്ട്. ഇതിലൊരു മെത്തേഡ് ഇവിടെ ഫിസിക്കൽ മെത്തേഡ് കാണിക്കുന്നു മാത്രം. നമ്മൾ കൊളോയിഡ് റൈറ്റ് സൈഡിൽ എടുത്തിരിക്കുന്നു, ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുന്നു. ആ സമയത്ത് ഈ സൊലബിൾ സബ്സ്റ്റൻസസ്, സ്മോൾ പാർട്ടിക്കിൾസ് എല്ലാം തന്നെ ഊസസ് ഔട്ട് ചെയ്തിട്ട് ഈ ഫിൽറ്റർ പേപ്പറിലൂടെ പുറത്തേക്ക് തള്ളിവിടും. കാരണം മേലെ ഹൈ പ്രഷറാണ് കൊടുക്കുന്നത് കൊളോയിഡിൻ്റെ ഭാഗത്ത്. അങ്ങനെ തള്ളിവിട്ട് വാട്ടറിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസ്പേർഷൻ മീഡിയത്തിലേക്ക് ഈ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് അയോൺസ് എല്ലാം ഡിസ്പേഴ്സ് ചെയ്ത് പോകും. ഒരു തരത്തിൽപ്പെട്ട ഡയാലിസിസ് തന്നെ. ഡയാലിസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരുന്നു? ഒരു പാർച്ച്മെൻറ്റ് ബാഗ് പോലത്തെ ഒരു ഡയാലിസിസ് ബാഗാണ്. ആ മെംബ്രെയിനാണ്. ആ മെംബ്രെയിൻ്റെ പകരം നമ്മളിവിടെ ഫിൽറ്റർ പേപ്പർ ഉപയോഗിക്കുന്ന ഫിൽറ്റർ പേപ്പർ അൾട്രാ ഫിൽറ്റർ പേപ്പർ എന്ന് അറിയപ്പെടുന്നു. സോ ദീസ് ആർ ദ 3 മെത്തേഡ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. ഓർത്തിരിക്കുക ഒന്നുകൂടി: ഡയാലിസിസ്, ഇലക്ട്രോ ഡയാലിസിസ് ആൻഡ് അൾട്രാ ഫിൽട്രേഷൻ. നെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ, ദറ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ്.
അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് വളരെ സിമ്പിളായിട്ട് ക്ലാസിഫൈ ചെയ്ത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിളാണ് മെത്തേഡ്സ് ഒക്കെ. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഈ ഓരോന്നോരോന്നായിട്ട് പ്രോപ്പർട്ടീസ്, പ്രിപ്പറേഷൻ, പിന്നെ പ്യൂരിഫിക്കേഷൻ, അങ്ങനെ ഓരോ സെക്ഷൻ ഓർത്തിരിക്കുന്ന മാത്രം മതി. അതിലുള്ള സബ് സെക്ഷൻസും ഓർത്തിരിക്കുക. ഓക്കെ. സോ മെക്കാനിക്കൽ, ഒപ്റ്റിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എന്ന 3 തരത്തിലാണ് പ്രോപ്പർട്ടീസ് പറഞ്ഞിരിക്കുന്നത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. ടേക്ക് നമ്പർ 1 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ബ്രൗണിയൻ മൂവ്മെൻ്റ് ആണ്. ബ്രൗണിയൻ മൂവ്മെൻറ്റ് ഈസ് ഫെമിലിയർ ടു യു ബിക്കോസ് യു ആർ സ്റ്റഡീഡ് ഇൻ ബയോളജി. ബ്രൗണിയൻ മൂവ്മെൻറ്റ് ഈസ് ദാറ്റ് ഈസ് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പൊളൻ ഗ്രെയിൻസ് വാട്ടറിൽ മൂവ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഡയഗ്രാം ഒക്കെ വരച്ചെടുത്തിരുന്നു. അതിനെയാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ പറയുന്നത് ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ദ സിക്സാക് മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഈസ് കോൾഡ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. സിക്സാക് മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ഡിസ്പെർഷൻ മീഡിയത്തിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സിക്സാക് ക്രമരഹിതമായ കൃത്യമായിട്ട് ഡയഗ്രാം നമുക്ക് കാണാൻ കഴിയും. ഇതിൽ പോകുന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ഇന്ന ഡയറക്ഷനിലേ മൂവ് ചെയ്യുള്ളൂ എന്ന് പറയാൻ കഴിയില്ല. ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ആയിരിക്കും, ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ് ആയിരിക്കും. സോ ദ സിക്സാക് മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഈസ് കോൾഡ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ദ മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഈസ് ഡ്യൂ ടു ദ ബോംബാർഡ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ബൈ ദ മോളിക്യൂൾസ് ഓഫ് ദ ഡിസ്പെർഷൻ മീഡിയം. ഡിസ്പെർഷൻ മീഡിയം ഉണ്ടല്ലോ, ആ ഡിസ്പെർഷൻ മീഡിയത്തിൽ ഡിസ്പെഴ്സ്ഡ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മൂവ് ചെയ്യുമ്പോൾ ബോംബാർഡ് ചെയ്യുമ്പോൾ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ വി ഗെറ്റ് എ സിക്സാക് മൂവ്മെൻറ്റ്. ദാറ്റ് ഈസ് കോൾഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ഓക്കെ. യെസ്. അപ്പോൾ ബ്രൗണിയൻ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് എ സിക്സാക് മൂവ്മെൻറ്റ്. അത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ബോംബാർഡ്മെൻറ്റ് കൊണ്ടാണ് ഈ ഡിസ്പെർഷൻ മീഡിയത്തിൻ്റെയും ഡിസ്പെർസ്ഡ് ഫേസിൻ്റെയും പാർട്ടിക്കിൾസിൻ്റെ ബോംബാർഡ്മെൻറ്റ് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ബ്രൗണിയൻ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ക്ലിയർ ആയി കഴിഞ്ഞു. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റിൻ്റെ. ബ്രൗണിയൻ മൂവ്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്റ്റെബിലിറ്റി ഓഫ് കൊളോയിഡ്സ്. ഇറ്റ് പ്രിവെൻറ്റ്സ് സെറ്റിലിംഗ് ഓഫ് കൊളോയിഡ്സ്. കൊളോയിഡിൻ്റെ സെറ്റിലിംഗ് ഡൗൺ, അതായത് ഡിസ്പെർഷൻ മീഡിയം ഡിസ്പെർസ്ഡ് ഫേസും ഉള്ളതാണ് കൊളോയിഡ്. അതിൽ ഡിസ്പെർഷൻ മീഡിയത്തിലേക്ക് ഡിസ്പെർസ്ഡ് ഫേസ് പാർട്ടിക്കിൾസ് ഇങ്ങനെ സിങ്ക് ചെയ്ത് അവസാനം ഗ്രാവിറ്റി സെപ്പറേഷൻ നടന്ന് അൺസ്റ്റേബിൾ ആകാം, സെഡിമെൻറ്റ് ചെയ്യാം, കൊയാഗുലേറ്റ് ചെയ്യാം, സെറ്റിലിംഗ് ഡൗൺ ചെയ്യാം. ആ സെറ്റിലിംഗ് ഡൗണിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഈ ബ്രൗണിയൻ മൂവ്മെൻ്റ് ആണ്. കൊളൈഡൽ പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കൊളൈഡ് മൂവ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ കൊളൈഷനും മൂവ്മെൻറ്റും ആണ് ഇതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് റീസൺ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ടിൻഡാൽ എഫക്റ്റ്. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ കടന്നു. ഇത് എക്സാമിനേഷൻ ധാരാളം ചോദിച്ചിട്ടുണ്ട്. സോ ടിൻഡാൽ എഫക്റ്റ് നമുക്ക് സാധാരണ നമ്മുടെ ലൈഫിലൊക്കെ അനുഭവപ്പെടുന്നൊരു സംഗതിയാണ്, പ്രതിഭാസമാണ്, ഒരു അനുഭവമാണ് ശരിക്കും പറഞ്ഞാൽ. ടേക്ക് എ കൊളോയിഡ് ആൻഡ് എ സോഴ്സ് ഓഫ് ലൈറ്റ്. ഒരു കൊളോയിഡും ഒരു സോഴ്സ് ഓഫ് ലൈറ്റും എടുക്കുക. When light is passed through the colloid, the path of the light beam becomes visible. This phenomenon is called Tyndall effect. നമുക്കൊരു ചെറിയ ഡയഗ്രാം നോക്കാം, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. നോക്കൂ, ഒരു ബീം ഓഫ് ലൈറ്റ് പാസ് ചെയ്യുന്നു. ഒരു ടോർച്ച് എടുത്തിരിക്കുന്നു, കൊളോയിഡിലൂടെ ബീം ഓഫ് ലൈറ്റ് പാസ് ചെയ്യുന്നു. ആ ബീം ഓഫ് ലൈറ്റ് പാസ് ചെയ്ത് പോകുന്ന കൊളോയിഡിലെ പോർഷൻ നോക്കുക. ബീം ഓഫ് ലൈറ്റ് വിസിബിൾ ഇൻസൈഡ് ദ കൊളോയിഡൽ പോർഷൻ. ക്ലിയർ. അപ്പോൾ കൊളോയിഡൽ പോർഷൻ സോപ്പ് സൊല്യൂഷൻ ഏതെങ്കിലും ഒന്ന് എടുത്തു, അല്ലെങ്കിൽ മിൽക്കോ ഏതെങ്കിലും ഒന്ന് എടുത്തു. അതിലൂടെ നമ്മൾ ലൈറ്റ്, നല്ല പവറുള്ള ടോർച്ച്, നല്ല സോഴ്സ് ഓഫ് ലൈറ്റ് എടുത്തു, അതിൽ പാസ് ചെയ്തപ്പോൾ ആ ബീം ഓഫ് ലൈറ്റ് കൊളോയിഡിലൂടെ കടന്നു പോകുന്ന ഭാഗം നോക്കിയാൽ നമുക്ക് ഒന്നുകിൽ ഒരു ഗ്രീനിഷ് ഗ്ലോ അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് ഗ്ലോ നമുക്ക് കാണാൻ കഴിയും. ആൻഡ് ദിസ് എഫക്റ്റ് ഈസ് കോൾഡ് ടിൻഡാൽ എഫക്റ്റ്. ഇത്തരത്തിൽ ലൈറ്റ് കടന്നു പോകുമ്പോൾ അത് വിസിബിൾ ആകുന്ന, ആ ലൈറ്റിൻ്റെ ഏരിയ വിസിബിൾ ആകുന്ന ഈ എഫക്റ്റിനാണ് നമ്മൾ എന്ത് പറയുക? ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ താഴത്തെ ഡയഗ്രം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നമുക്കൊരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് വളരെ ഭംഗിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റാണ് ഇതിന് റീസൺ എന്നാണ് അറിയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് നടക്കുമ്പോഴാണ് ആ ബീം വന്ന് നമ്മൾ കൊളോയിഡിലേക്ക് കയറുന്ന സമയത്ത് അവിടെ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് നടക്കും. അപ്പോൾ ലൈറ്റ് സ്കാറ്റർ ചെയ്യപ്പെടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ നമുക്ക് വിസിബിൾ ആകുന്നത്, ആ ഗ്ലോ ഉണ്ടാകുന്നതെന്ന് ക്ലിയറായി. അപ്പം അതിനിടയിൽ ഈ ലെൻസിലൂടെ കടന്നു വന്ന് നമുക്കൊരു ലെൻസിലൂടെ കടത്തിവിട്ട് കൺവേർജ് ചെയ്യിക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. സോഴ്സ് ഓഫ് ലൈറ്റിന് ഒരു ലെൻസിലൂടെ കടത്തിവിട്ട് കൺവേർജ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലെൻസ് കഴിഞ്ഞ് കൊളോയിഡിലേക്ക് പ്രവേശിക്കുന്ന ആ ഭാഗം നമുക്ക് ടിൻഡാൽ കോൺ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ കൊളോയിഡൽ സൊല്യൂഷനാണ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം കൊളോയിഡൽ സൊല്യൂഷനിലൂടെ കടന്നു വന്ന് ലൈറ്റ്, രണ്ട് ടൈപ്പ് ആയിട്ട് കാണാൻ പറ്റും. ഒന്ന്, ആദ്യത്തെ ചിത്രത്തിൽ നമ്മൾ ടോർച്ച് അടിച്ചു, നേരെ ഒരു ബീം ഓഫ് ലൈറ്റ് മാത്രമേ കണ്ടുള്ളൂ. ഇവിടെ സോഴ്സ് ഓഫ് ലൈറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്തു, ഒരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്ത് പിന്നെ അത് ഡൈവേർജ് ചെയ്ത് പോകുന്നുണ്ട്, രണ്ട് ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ ലൈറ്റ് കടന്നു പോകുന്നതും അത് തിരിച്ച് കോണിലേക്ക് വരുന്നത്, ഒരു പോയിന്റിലേക്ക് വരുന്നത്, പിന്നെ ആ പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്നത് കൃത്യമായിട്ട് കാണാൻ കഴിയും. അത് നമുക്ക് ആ പോയിന്റിലേക്ക് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്, ഒരു സ്വർണ്ണ തരികളൊക്കെ പോലെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാൻ കഴിയും. വാട്ട്സ് ദ റീസൺ? ദ റീസൺ ഈസ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ടിൻഡാൽ എഫക്റ്റ് എന്നുള്ളത് ക്ലിയർ ആക്കുക. അപ്പോൾ ടിൻഡാൽ എഫക്റ്റ് ഈസ് ഡ്യൂ ടു ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്.
ബൈ ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. അതാണ് ഓർത്തിരിക്കുക പോയിന്റ്, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആണ് റീസൺ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എ കൊളോയിഡ് ആൻഡ് എ ട്രൂ സൊല്യൂഷൻ. ഒരു ട്രൂ സൊല്യൂഷനിൽ ഇത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഒരു ട്രൂ സൊല്യൂഷനിൽ ഒരിക്കലും നമുക്ക് ഈ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് നമുക്ക് കാണാൻ കഴിയില്ല, ടിൻഡാൽ കോണും ടിൻഡാൽ എഫക്റ്റും കാണാൻ കഴിയില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി സീൻ ഇൻ എ കൊളോയിഡ്. അപ്പോൾ കൊളോയിഡും ട്രൂ സൊല്യൂഷനും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഒരു മെത്തേഡ്, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഒരു മെത്തേഡ് ഓഫ് എക്സ്പെരിമെൻ്റാണ് നമ്മൾ കൃത്യമായിട്ട് കാണുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ടിൻഡാൽ എഫക്റ്റ്. കളർ ഡെവലപ്ഡ് ഈസ് ബേസ്ഡ് ഓൺ ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് സ്കാറ്റേഴ്സ്. നമ്മൾ ആംഗിളൊക്കെ ഒന്ന് ഇച്ചിരി മാറി നോക്കിക്കഴിഞ്ഞാൽ കളർ വേരിയേഷനോ കാണാൻ കഴിയും. അപ്പോൾ വേവ് ലെങ്ത് അനുസരിച്ചിരിക്കും, ഇതിലൂടെ കടന്നു വരുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് അനുസരിച്ചും നമ്മൾ ആംഗിൾ ഓഫ് വിഷൻ്റെ ആംഗിളിനനുസരിച്ചും കളറിൽ ചെറിയൊരു വേരിയേഷൻ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ടിൻഡാൽ എഫക്റ്റ്. നന്നായിട്ട് മനസ്സിലാക്കുക. ടിൻഡാൽ എഫക്റ്റിൻ്റെ മറ്റൊരു ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അടുത്തത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് പ്രോപ്പർട്ടീസ് കണ്ടു കഴിഞ്ഞു. ഒന്ന് മെക്കാനിക്കൽ പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. രണ്ട് ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ടിൻഡാൽ എഫക്റ്റ്. മറ്റൊരു മെത്തേഡാണ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി. മറ്റൊരു പ്രോപ്പർട്ടി ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. ചാർജ് ഓഫ് കൊളോയിഡ് പാർട്ടിക്കിൾ ഈസ് ഡ്യൂ ടു ദി പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ എന്നൊരു പോയിൻ്റാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ചാർജ് ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ചാർജ് ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ. അതായത് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് കൊയാഗുലേഷൻ നടക്കുന്നുണ്ട്. ലയോഫിലിക് കൊളോയിഡിലേക്ക് കുറേ ഇലക്ട്രോലൈറ്റ് ഇട്ടാൽ അത് കൊയാഗുലേറ്റ് ചെയ്യുള്ളൂ, കാരണം സ്റ്റേബിളാണ്. പക്ഷേ ലയോഫോബിക് കൊളോയിഡിൽ കുറച്ച് ഇലക്ട്രോലൈറ്റ് ചേർക്കുമ്പോൾ തന്നെ കൊയാഗുലേഷൻ നടക്കുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ കൊയാഗുലേഷൻ നടക്കുന്നു എങ്കിൽ, സെറ്റിലിംഗ് ഡൗൺ നടക്കുന്നു എങ്കിൽ, പ്രസിപ്പിറ്റേഷൻ നടക്കുന്നു എങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. അതിൻ്റെ റീസൺ എന്താണ്? അതിൽ ചാർജ് ഉണ്ട് എന്നർത്ഥം. കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചാർജ് ഉണ്ട്. അപ്പോൾ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ചാർജിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക്, ഒരു കാര്യത്തിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാം, പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ. പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ, പ്രിഫർ ചെയ്യുക. ഏതിനെ അഡ്സോർബ് ചെയ്യണം? കൊളോയിഡൽ പാർട്ടിക്കിൾ ഏത് അയോണിനെ, ഏത് ചാർജ്ഡ് അയോണിനെ, ഏത് ചാർജ്ഡ് പാർട്ടിക്കിളിനെ അഡ്സോർബ് ചെയ്യണം, ഏത് അയോണിനെ അഡ്സോർബ് ചെയ്യണം എന്ന് പ്രിഫർ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, പിന്നാലെ വരുന്നുണ്ട്. ദ തിയറി ടു എക്സ്പ്ലെയിൻ ദ ചാർജ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഈസ് കോൾഡ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ തിയറി. അപ്പോൾ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ തിയറി എന്ന് പറയുന്ന ഒരു തിയറി വെച്ചിട്ടാണ് കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ചാർജിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. നമുക്ക് പഠിക്കാം. 2 layers are there. ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ തിയറിയുടെ ഒരു പ്രത്യേകത, നമ്മൾ ഈ കൊളോയിഡൽ പാർട്ടിക്കിളിന് ചുറ്റുമായിട്ട് 2 ലെയറാണ് വിഭാവനം ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. 2 ലെയർ ഉണ്ടെന്നാണ് അനലൈസ് ചെയ്ത് കിട്ടുന്നത്. ഒന്ന് ഫിക്സഡ് ലെയറാണ്, മറ്റൊന്ന് ഡിഫ്യൂസ്ഡ് ലെയറാണ്. ഒരു ലെയറിൻ്റെ പേര് ഫിക്സഡ് ലെയർ എന്നാണ്, രണ്ടാമത്തെ ലെയറിൻ്റെ പേര് ഡിഫ്യൂസ്ഡ് ലെയർ എന്നാണ്. നമുക്ക് ചിത്രം നോക്കാം. ചിത്രം നോക്കൂ. Ag+ അയോൺസ് റിമെയിൻ ഇൻ ഡിസ്പേഴ്സ്ഡ് മീഡിയം. ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിൽ Ag+ അയോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ AgI ആണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. AgIയിൽ AgI സോളാണ് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ AgI അയോഡൈഡ് സോളിൽ ഏതാണ് അയോഡൈഡ്? ഇവിടെ ഏതോ അയോഡൈഡ്, പൊട്ടാസ്യം അയോഡൈഡോ ഏതോ ആയിക്കോട്ടെ, അപ്പോൾ ഏതൊരു അയോഡൈഡാണ്. അപ്പോൾ ആ അയോഡൈഡിൻ്റെ AgIയും ആ അയോഡൈഡും ചേർന്നിരിക്കുന്ന ഒരു സോളാണ് എന്ന് വിചാരിക്കുക. KI ആണെന്ന് വിചാരിക്കുക. അവിടെ എടുത്തിരിക്കുന്ന ഡിസ്പേർഷൻ മീഡിയം KI ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ KIയിലേക്ക് AgNO3 മറ്റോ ഇടുന്ന സമയത്ത് അവിടെ AgI ഫോം ചെയ്യും. KI എന്ന് പറയുന്ന ഒരു സൊല്യൂഷനിലേക്ക് AgNO3 ഇടുന്ന സമയത്ത് അവിടെ AgI ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് AgI I- അയോണിലുള്ള ഒരു സോള് കിട്ടുന്നു എന്ന് വിചാരിക്കുക. അവിടെ Ag+ അയോൺസ് ഉണ്ട്, എക്സസ് ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ആദ്യം ഫോം ചെയ്ത AgI എന്ന കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ പുറത്ത് I- എന്ന അയോണാണ് പറ്റി പിടിച്ചിരിക്കുന്നത്. കണ്ടല്ലോ, I- അയോൺസ് പറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പം ഈ I- അയോൺസ് ഫസ്റ്റ് ലെയറായിട്ട് ഫോം ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഫിക്സഡ് ലെയർ. അതിൻ്റെ പുറത്ത് Ag+ അയോൺസ് രണ്ടാമത് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ഫോം ചെയ്ത AgI കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ പുറത്ത് AgI എങ്ങനെയാണ് ഉണ്ടായതെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഒരു അയോഡൈഡ് സൊല്യൂഷനിലേക്ക് AgNO3 പോലത്തെ ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തു, ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്തു, ഒരു കോമ്പൗണ്ട് ആഡ് ചെയ്ത സമയത്ത് AgI ഫോം ചെയ്തു. അപ്പോഴതൊരു കൊളോയിഡായി. ആ AgI സോളിൽ AgI, I- സോളിൽ കാണുന്ന ഒരു പ്രക്രിയയാണ് പറയുന്നത്, ഒരു പ്രോസസ്സാണ് പറയുന്നത്. AgI എന്ന കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ പുറത്ത് I- പാർട്ടിക്കിൾസ് ആദ്യം അഡ്സോർബ് ചെയ്തു.
അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് പ്രിഫറൻഷ്യലി അഡ്സോർബ് ചെയ്തു എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷനാണ്. കാരണം I- ആണ് അവിടെ ഓവർവെയ് ചെയ്യുന്നത്. I- ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ AgNO3 ആഡ് ചെയ്തത്. അതുകൊണ്ട് I- ഓൾറെഡി അവിടെയുണ്ട്. അത് ഓവർവെയ് ചെയ്യും, മുൻതൂക്കം നേടും. ആ I- AgIൻ്റെ പുറത്ത് പറ്റിപ്പിടിച്ചു. ദറ്റ് ഈസ് ഫിക്സഡ് ലെയർ. അതിൻ്റെ പുറത്ത്, കാരണം ഫസ്റ്റ് ലെയർ ഇപ്പോൾ എന്തായി, നെഗറ്റീവ് ലെയറായി, നെഗറ്റീവ് അയോൺസിൻ്റെ ലെയറായി. അതിൻ്റെ പുറത്ത് പോസിറ്റീവ് അയോൺസിൻ്റെ ഒരു സെക്കൻഡ് ലെയർ ഫോം ചെയ്തു. അപ്പോൾ പുറത്തേക്ക് നമുക്ക് കാണുമ്പോൾ Ag പ്ലസ് അയോൺസിൻ്റെ സെക്കൻഡ് ലെയറാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തോന്നുന്നത് ഈ കൊളോയിഡൽ പാർട്ടിക്കിൾ കണ്ടാൽ ആസ് എ ഹോൾ നമുക്ക് തോന്നുക ഇത് പോസിറ്റീവ് കൊളോയിഡൽ പാർട്ടിക്കിൾ ആണെന്ന് തോന്നും. കാരണം Ag പ്ലസ് അയോൺസ് ആണ് സെക്കൻഡ് ലെയറായിട്ട്, ഡിഫ്യൂസ് ലെയറായിട്ട് പുറത്തുണ്ടാവുക. ഓക്കെ, സോ Ag പ്ലസ് അയോൺസ് റിമെയിൻ ഇൻ ഡിസ്പേഴ്സ്ഡ് മീഡിയം. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് ചിന്തിക്കാം. എങ്ങനെ? KiAgNO3യിലേക്ക് ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. KIO ഏതെങ്കിലും ഒരു അയഡൈഡ് സൊല്യൂഷൻ AgNO3യിലേക്ക് ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അവിടെ AgNO3യിലെ Ag പ്ലസ് ഓൾറെഡി ആ സിസ്റ്റത്തിലുള്ളതാണ്, അത് ഓവർവേ ചെയ്യും. അവിടെയും AgI എന്ന കൊളോയിഡ് ഫോം ചെയ്യും. പക്ഷേ ആ AgI പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കൊളോയിഡ് ചെയ്യാണ്. ആ AgI Ag പ്ലസ് സോള് ആയിട്ടാണ്, ദാറ്റ് മീൻസ് സോളായിട്ടാണ് ഫോം ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് AgI, I- സോളാണ്. ഇവിടെ ഇപ്പോൾ AgI Ag പ്ലസ് സോളിലായിട്ടാണ് ഫോം ചെയ്തത്. അങ്ങനെയുള്ള AgIയിലേക്ക് ആദ്യം അഡ്സോർബ് ചെയ്ത് വരുന്നത് പോസിറ്റീവ് അയോൺസ് ആണ്, Ag പ്ലസ് അയോൺസ് ആണ്. അത് ഫിക്സഡ് ലെയറായിട്ട് ഫോം ചെയ്തു, ഫസ്റ്റ് ലെയറായിട്ട് ഫോം ചെയ്തു. അതിൻ്റെ പുറത്ത് എക്സസ് വന്ന I- അയോൺസ് അറ്റാച്ച് ചെയ്യും. കാരണം എന്താണ്? ഫസ്റ്റ് ലെയർ പോസിറ്റീവ് ലെയറാണ്, അതിൻ്റെ പുറത്ത് നെഗറ്റീവ് അയോൺസിൻ്റെ ഒരു ലെയർ ഫോം ചെയ്തു. ഇങ്ങനെയാണ് ഡബിൾ ലെയർ ഫോം ചെയ്യുന്നത് എന്നാണ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ തിയറി നമുക്ക് എക്സ്പ്ലനേഷൻ തരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫോമേഷൻ സമയമാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. KIയിലേക്ക് AgNO3 ആഡ് ചെയ്യുന്നതാണോ ആ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന മാറ്റം മനസ്സിലാക്കുക. അതേ സമയത്ത് AgNO3യിലേക്ക് KI ചേർക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നുള്ള മാറ്റവും മനസ്സിലാക്കുക. അപ്പോൾ ഫോമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫോമേഷൻ്റെ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതിലേക്ക് ആഡ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് പ്രിഫറൻഷ്യലി അഡ്സോർബ് ചെയ്യുന്നത് എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഈ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ എന്ന കൺസെപ്റ്റ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇപ്രകാരമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ തിയറിയുടെ ഏറ്റവും നല്ല 2 എക്സാമ്പിൾസാണ് നമുക്ക് തരുന്നത്. ഒന്ന് As2S3. വാട്ട് ഈസ് As2S3? നമ്മൾ നേരത്തെ കണ്ടതാണ്, ആഴ്സനിക് സൾഫൈഡ്. As2S3 സോള് എങ്ങനെ ഉണ്ടാക്കിയത് നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. H2S മോളിക്യൂൾസ് ആർ അഡ്സോർബ്ഡ് ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. In As2S3 salt, H2S molecules are adsorbed on colloidal particles. So colloidal particles are left with നെഗറ്റീവ് ചാർജ്. എന്താ കാരണം? H2S മോളിക്യൂൾസ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് H2S മോളിക്യൂൾസിൽ എന്തുണ്ട്? S2- അയോൺസ് ഉണ്ട്. ആ S2- അയോൺസ് ഓവർവേ ചെയ്യും. നേരത്തെ നമ്മൾ കണ്ട പോലെ പ്രിഫറൻഷ്യലി അഡ്സോർബ് ചെയ്തത് H+ അയോൺസ് ആയിരിക്കും ഇനിഷ്യലി. പിന്നെ അതിൻ്റെ പുറത്ത് അഡ്സോർബ് ചെയ്തു, S2- അഡ്സോർബ് ചെയ്തു. സോ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ലെഫ്റ്റ് വിത്ത് നെഗറ്റീവ് ചാർജ്. അപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ നെഗറ്റീവ് ചാർജ് As2S3യുടെ അയോൺസ് As2S3 കൊളോയിഡ് ഫോം ചെയ്തപ്പോൾ H2S മോളിക്യൂൾസ് അഡ്സോർബ് ചെയ്തു. അതിൽ H+ അയോൺസ് ആദ്യം അഡ്സോർബ് ചെയ്തു, പിന്നെ അതിന് മേലെ S2- അയോൺസ് അഡ്സോർബ് ചെയ്തു. അതുകൊണ്ട് As2S3 സോള് നെഗറ്റീവ് സോളായിട്ട് കാണപ്പെടുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ പുറത്ത് ഏതാണോ അഡ്സോർബ് ചെയ്ത് നിൽക്കുന്നത് അതിൽ നമുക്ക് വിഷ്വലാവുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒരു സോപ്പ് മോളിക്യൂൾ എടുത്തിരിക്കുന്നു, RCOONA എന്ന സോപ്പ് മോളിക്യൂൾ എടുത്തിരിക്കുന്നു. അത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 അയോൺസ് കിട്ടും. ഒന്ന് RCOO- എന്ന ആനയോൺ, 2 Na+ എന്ന കാറ്റയോൺ. ഇതിൽ RCOO- എന്ന ഓർഗാനിക് പാർട്ട് അഗ്രിഗേറ്റ് ചെയ്ത് മിസെല്ല് ഫോം ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടതാണ്, അഗ്രിഗേറ്റഡ് മിസെല്ല് ഫോം ചെയ്യുന്നത് കണ്ടതാണ്, അസോസിയേറ്റഡ് കൊളോയിഡ്സ് കണ്ടതാണ്. അപ്പോൾ ആ അഗ്രിഗേറ്റ് ഫോം ചെയ്തു, അഗ്രിഗേറ്റഡ് ടുഗദർ ആൻഡ് ഫോമിങ് മിസെൽ ഫോം ചെയ്തു, വിച്ച് ക്യാരി നെഗറ്റീവ് ചാർജ് ആസ് എക്സ്പ്ലെയിൻഡ് ഏർലിയർ. നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും, എന്തിലൊക്കെ നെഗറ്റീവ് ചാർജാണ് നമ്മൾ നേരത്തെ കണ്ടതാണ്. പക്ഷേ അതിൻ്റെ പുറത്ത് Na+ അയോൺസ് ഫോം ചെയ്തു ഒരു ലെയറായിട്ട്. അപ്പോൾ ആദ്യം ഫോം ചെയ്ത മിസെല്ലിൻ്റെ പുറത്തുള്ള അയോണിക് ചാർജ് ഏതാണ്? നെഗറ്റീവ് ചാർജാണ്. ആ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളിൻ്റെ മേലെ എന്ത് ഫോം ചെയ്തു? ഒരു പോസിറ്റീവ് ചാർജ് സെക്കൻഡ് ലെയറായിട്ട് ഫോം ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് നമുക്ക് തോന്നുന്നത് ഇതെന്താണ്? പോസിറ്റീവ് കൊളോയിഡായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ സോപ്പ് സൊല്യൂഷനെ മാറ്റി കൊളോയിഡാക്കി മാറ്റുന്ന സമയത്ത് നമുക്ക് ഒരു പോസിറ്റീവ് കൊളോയിഡൽ പാർട്ടിക്കിൾ കിട്ടുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഔട്ടർ സർഫസിൽ, ഡിഫ്യൂസ്ഡ് സർഫസിൽ പോസിറ്റീവ് അയോൺസ് ഉണ്ടാവുക, ഇന്നർ സർഫസിലാണ്, ഇന്നർ ലെയറിലാണ് എന്തുണ്ടായിരിക്കുക? നെഗറ്റീവ് അയോൺസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ 2 എക്സാമ്പിൾസും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ As2S3 നെഗറ്റീവ് കൊളോയിഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, സോപ്പ് സൊല്യൂഷനെ പോസിറ്റീവ് കൊളോയിഡായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇതിൻ്റെ കാരണം എന്ത് എന്നൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് ആൻസർ കൊടുക്കുക. അപ്പോൾ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ തിയറി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കണം. പോസിറ്റീവ് കൊളോയിഡ്സിൻ്റെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്, നെഗറ്റീവ് കൊളോയിഡ്സിന് കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. പോസിറ്റീവ് കൊളോയിഡ്സിൻ്റെ എക്സാമ്പിൾ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. പോസിറ്റീവ് ലെയേഴ്സ് ഫോം ചെയ്തിരിക്കുന്നു.
യെസ്. ഇനി നമുക്ക് എന്താണ് പോസിറ്റീവ് കൊളോയിഡ്, എന്താണ് നെഗറ്റീവ് കൊളോയിഡ് എന്ന് കൃത്യമായിട്ട് നോക്കാം. ഈ പോസിറ്റീവ് കൊളോയിഡും നെഗറ്റീവ് കൊളോയിഡും എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിനുള്ള ഒരു തിയറിയാണ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ തിയറി പറഞ്ഞത്. പക്ഷേ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ തിയറി നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായത് പുറത്ത് മുകൾ ഭാഗത്ത് സെക്കൻഡ് ലെയറിൽ ഒരു ചാർജ് ഉണ്ട്, ഫസ്റ്റ് ലെയറിൽ ഒരു ചാർജ് ഉണ്ട്. അപ്പോൾ ഇത് സീം ടു ബി നമുക്ക് തോന്നുന്നാണ് പറഞ്ഞത്. അപ്പോൾ പോസിറ്റീവ് അയോൺസ് ആണ് സെക്കൻഡ് ലെയറിലെങ്കിൽ ആ പാർട്ടിക്കിൾ കൊളോയിഡൽ പാർട്ടിക്കിൾ പോസിറ്റീവ് കൊളോയിഡ് ആണെന്ന് തോന്നും. അതുപോലെ സെക്കൻഡ് ലെയറിൽ നെഗറ്റീവ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ, നെഗറ്റീവ് അയോൺസ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് കൊളോയിഡ് ആണെന്ന് നമുക്ക് തോന്നും. അത് സീം ടു ബി. അപ്പോൾ നമുക്ക് ഇപ്പോൾ S2 S3 നെഗറ്റീവ് ആണെന്ന് തോന്നി, അതുപോലെ പിന്നെ സോപ്പ് പാർട്ടിക്കിൾസ് പോസിറ്റീവ് ആണെന്ന് തോന്നി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ പ്രിഫറൻഷ്യൽ അഡ്സോർഷൻ നടക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ, തിയറിയുടെ അടിസ്ഥാനത്തിൽ, അതായത് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ തിയറിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് പോസിറ്റീവ് കൊളോയിഡ്, എന്താണ് നെഗറ്റീവ് കൊളോയിഡ്സ് എന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. വെൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഇൻ എ കൊളോയിഡൽ സൊല്യൂഷൻ ക്യാരീസ് എ പോസിറ്റീവ് ചാർജ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് പോസിറ്റീവ് ചാർജാണ് വഹിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് കൊളോയിഡ്. നോക്കാം നമുക്ക്. മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് ലൈക്ക് ഫെറിക് ഹൈഡ്രോക്സൈഡ് എടുത്തിരിക്കുന്നു. ഫെറിക് ഹൈഡ്രോക്സൈഡിൽ Fe3+ അയോൺസ് ആണ് പുറത്തുണ്ടാവുക, ശരിയല്ലേ? Fe3+ അയോൺസ് ആണ് പുറത്തുണ്ടാവുക. അതുകൊണ്ട് പിന്നെ നമുക്ക് OH- അയോൺസ് നേരത്തെ അബ്സോർബ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ Fe3+ അയോൺസ് പുറത്തുണ്ടായിരിക്കും. അതുകൊണ്ട് അതെന്തായിരിക്കും? ഒരു പോസിറ്റീവ് കൊളോയിഡ് ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, പറയുന്നു. അപ്പോൾ ഈ പുറത്ത് വരുന്നത് എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് തോന്നുന്നു എന്ന് പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്നത്. അതായത് ഈ ഉള്ളിലുള്ള ഫിക്സഡ് ലെയറിനെ നമ്മൾ പരിഗണിക്കുന്നില്ല, നമ്മൾ ഈ ഡിഫ്യൂസ്ഡ് ലെയർ, പുറത്തുള്ള ലെയറിനെയാണ് പരിഗണിക്കുന്നത്. കാരണം അതാണ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യുന്നത്, പിന്നെ ഓപ്പോസിറ്റ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യാനും ഇൻട്രാക്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്നത്. സോ നമുക്ക് ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ കൊളോയിഡ് കണ്ടാൽ മനസ്സിലാക്കാം. Fe3+ അയോൺസ് ആണ് പുറത്ത് സർഫസിൽ പറ്റി പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് പോസിറ്റീവ് കൊളോയിഡായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി നെഗറ്റീവ് കൊളോയിഡ് നോക്കാം. വെൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഇൻ എ കൊളോയിഡൽ സൊല്യൂഷൻ ക്യാരീസ് എ നെഗറ്റീവ് ചാർജ്. നോക്കൂ, ആ ചിത്രം നോക്കിയാൽ കാണാൻ കഴിയും. ഫസ്റ്റ് ലെയറിൽ എന്തുണ്ട്? പോസിറ്റീവ് ലെയറുണ്ട്. പക്ഷേ പുറത്ത് ഏതാണുള്ളത്? നെഗറ്റീവ് പാർട്ടിക്കിൾസാണ് ഡിഫ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുറത്ത് ഡിഫ്യൂസ് ചെയ്തിരിക്കുന്ന നെഗറ്റീവ് പാർട്ടിക്കിൾസാണ് നമുക്ക് എന്ത് തരുന്നത്? നെഗറ്റീവ് അയൺസ് തരുന്നത്. അതുകൊണ്ട് അതെന്താണ്? നെഗറ്റീവ് കൊളോയിഡാണ്. ഓക്കെ. സോ എക്സാമ്പിൾ Ag സോള്, സിൽവർ സോള്, കോപ്പർ സോള് എക്സെട്ര ആർ നെഗറ്റീവ് സോൾസ്. ഓക്കെ. അപ്പോൾ എന്താണ് പോസിറ്റീവ് കൊളോയിഡ്, എന്താണ് നെഗറ്റീവ് കൊളോയിഡ് എന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ തിയറി എന്നും വ്യക്തമായെന്നും മനസ്സിലാക്കുന്നു. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് ഈ രണ്ട് ലെയേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സീറ്റ പൊട്ടൻഷ്യൽ. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫിക്സഡ് ലെയർ ആൻഡ് ഡിഫ്യൂസ്ഡ് ലെയർ ഓഫ് ഓപ്പോസിറ്റ് ചാർജസ് ഈസ് കോൾഡ് സീറ്റ പൊട്ടൻഷ്യൽ ഓർ ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ. ആ ഡയഗ്രാം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഉണ്ട്, ഒരു സ്റ്റേൺ ലെയർ ഉണ്ട്, ഒരു ഡിഫ്യൂസ്ഡ് ലെയർ ഉണ്ട്. ദാറ്റ് ഈസ് ആദ്യം കാണുന്നത് സ്റ്റേൺ ലെയർ മീൻസ് ഫിക്സഡ് ലെയറും ഒരു ഡിഫ്യൂസ്ഡ് ലെയറും ഉണ്ട്. അതിനിടയിൽ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് സീറ്റ പൊട്ടൻഷ്യൽ ഓർ ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ. ഓർത്തിരിക്കുക. ഓക്കെ. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് ആണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്സിൻ്റെയും നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾസിൻ്റെയും ധാരാളം എക്സാമ്പിൾസ് നമുക്ക് കാണാൻ കഴിയും. ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡ്സ് Al2O3xH2O, പിന്നെ CrO3xH2O ആൻഡ് Fe2O3xH2O. ഇതെല്ലാം പോസിറ്റീവ് ചാർജ് കൊളോയിഡ്സ് ആണ്, നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. പിന്നെ ബേസിക് ഡൈ സ്റ്റഫ്സ്, എക്സാമ്പിൾ മെത്തിലിൻ ബ്ലൂ, ഓർത്തിരിക്കുക. അതുപോലെ ഹീമോഗ്ലോബിൻ, ബ്ലഡ് പോസിറ്റീവ് കൊളോയിഡാണ്. പിന്നെ ഓക്സൈഡ്സ് ലൈക്ക് ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ സോള്, ഇതെന്താണ്? പോസിറ്റീവ് കൊളോയിഡാണ്. അപ്പോൾ എക്സാമ്പിൾസ് എല്ലാം നന്നായിട്ട് ഓർക്കുക, എൻട്രൻസിനൊക്കെ യൂസ്ഫുൾ ആണ്. പിന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പറയാം. അതുപോലെ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചിലപ്പോൾ വരാം, ഓർത്തിരിക്കുക. നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ്സിന് നമ്മൾ നേരത്തെ കണ്ടു. മെറ്റലിൻ്റെ ഏതൊക്കെയാണ്? കോപ്പറിൻ്റെ, സിൽവറിൻ്റെ, ഗോൾഡിൻ്റെ സോൾസ് എല്ലാം നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ്സ് ആണ്. പിന്നെ നേരത്തെ കണ്ട As2S3 ഓർമ്മയുണ്ടാവണം. മെറ്റാലിക് സൾഫൈഡ്സ് As2S3, SbS3 അത് TBM സൾഫൈഡ്, പിന്നെ കാഡ്മിയം സൾഫൈഡ്, ഇതൊക്കെ എന്താണ്? നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ്സ് ആണ്. പിന്നെയോ ആസിഡ് ഡൈ സ്റ്റഫ്സ് ലൈക്ക് ഇയോസിൻ, കോങ്കോ റെഡ് എക്സെട്ര ആർ വാട്ട്? നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ്സ്. നേരത്തെ പറഞ്ഞത് ബേസിക് ഡൈ സ്റ്റഫ്സ് ആണ്. പോസിറ്റീവ് ചാർജ്ഡ് കൊളോയിഡ്സിന് എക്സാമ്പിൾ ബേസിക് ഡൈ സ്റ്റഫ്സ് ആണ്. ഇത് നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ്സിന് എക്സാമ്പിൾ ആസിഡ് ഡൈ സ്റ്റഫ്സ്, ഇയോസിൻ, പിന്നെ ഏതാണ്? കോങ്കോ റെഡ് എക്സെട്ര. പിന്നെ സോൾട്സ് ഓഫ് സ്റ്റാർച്ച്, ഗം, ജെലാറ്റിൻ, ക്ലേ, ചാർക്കോൾ എക്സെട്ര ആർ നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ്സ്. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കോൺടാക്റ്റിൽ വരുന്ന മിക്കവാറും കൊളോയിഡ്സ് എല്ലാം നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ്സ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ ഈ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൽ
ഒരു പ്രോപ്പർട്ടി പഠിക്കാനുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ തിയറി ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ എക്സ്പ്ലനേഷനാണ് ശരിക്കും. ഒരു പ്രോപ്പർട്ടി ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്ന ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ദർ ഇസ് മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ടുവേർഡ്സ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ്സ് അണ്ടർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഇലക്ട്രോഫോറസിസ്. എന്തുകൊണ്ടാണ് കൊളോയിഡൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്? അതിന് ചാർജ് ഉള്ളത് കൊണ്ടാണ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ചാർജ് ഉണ്ട്. എന്തുകൊണ്ടാണ് കൊളോയിഡൽ പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ ചെയ്യുന്നത്? ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ ചാർജ് ഉള്ളത് കൊണ്ടാണ്. ഈ ഇലക്ട്രിക് ചാർജ് ഉണ്ട് എന്ന എക്സ്പ്ലനേഷൻ തന്ന തിയറി ഏതാണ്? ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ തിയറിയാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ തിയറിയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് കൊളോയിഡൽ പാർട്ടിക്കിൾസിന് എന്തുണ്ട്? ചാർജ് ഉണ്ട്. ഈ ചാർജ് ഉള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഇലക്ട്രോഡുകളിലേക്ക് മൂവ് ചെയ്യും. ദാറ്റ് മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ടുവേർഡ്സ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ്സ് അണ്ടർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഇലക്ട്രോഫോറസിസ്. ഇനി എന്താണ് അതിന് കാരണം? ദിസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഓൺ ദ പാർട്ടിക്കിൾസ് ഓഫ് കൊളോയിഡ്സ്. അത് വ്യക്തമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത്രയും മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ, നമ്മൾ ആ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ തിയറി മറ്റും മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഇലക്ട്രോഫോറസിസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്കൊരു ഡയഗ്രം നോക്കാം. ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തിരിക്കുന്നു. ആ ഗ്ലാസ് ട്യൂബിൻ്റെ 2 ഓപ്പൺ എൻഡുകളിൽ നമ്മൾ ഇലക്ട്രോഡുകൾ വെച്ചിട്ടുണ്ട്. കാഥോഡും ആനോഡും വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുക്കാൻ കഴിയും. പിന്നെ റിസർവോയർ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൊളോയിഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവോയർ വെച്ചിട്ടുണ്ട്. അത് താഴെ കൊണ്ട് ഒരു സ്റ്റോപ്പ് കോക്ക് വെച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. നോക്കൂ, ലെവല് ഓരോന്നിൻ്റെയും ലെവലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മാർക്ക് ചെയ്താൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം എവിടെയാണ് ലെവൽ വെച്ചിരിക്കുന്നത് മനസ്സിലാക്കാം. കൊളോയിഡൽ സൊല്യൂഷൻ എടുത്തിരിക്കുന്നു. പിന്നെ വാട്ടറാണ് ഡിസ്പേഷൻ മീഡിയം. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് ഈ ലെവൽ വേരിയേഷൻ, അതോടൊപ്പം തന്നെ ഈ മൂവ്മെൻറ്റ്, പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്, ആ ലെവൽ നോക്കി റിസർവോയറിലാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, ലെവൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന തരത്തിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഇലക്ട്രോഡുകളിലേക്ക് മൂവ് ചെയ്യും കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ. ആൻഡ് ദാറ്റ് മൂവ്മെൻറ്റ് ഈസ് കോൾഡ് വാട്ട്? ഇലക്ട്രോഫോറസിസ്. ക്ലിയർ ആയില്ല? അപ്പോൾ ഇങ്ങനെ ഒരു ഡയഗ്രം വരയ്ക്കുക. ഡയഗ്രം വരച്ചിട്ട് അതിൽ റിസർവോയർ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അവിടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് മാർക്ക് ചെയ്യുക. വാട്ടറാണ് ഇവിടുത്തെ മീഡിയം, ആക്വസ് മീഡിയമാണ് ഡിസ്പേഷൻ മീഡിയം. അപ്പോൾ ഡിസ്പേഷൻ മീഡിയത്തിൽ ഈ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓപ്പോസിറ്റ് ഇലക്ട്രോഡിലേക്ക് ഓപ്പോസിറ്റ് അയൺസ് മൂവ് ചെയ്യുന്നത് കാണാൻ കഴിയും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ഇലക്ട്രോഫോറസിസ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഇലക്ട്രോ ഓസ്മോസിസ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഈ ഗ്ലാസ് ട്യൂബിൽ ഒരു സെമി പെർമെബിൾ മെംബ്രെയിൻ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിരുന്നാൽ, ഗ്ലാസ് ട്യൂബിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു സെമി പെർമെബിൾ മെംബ്രെയിൻ വെച്ചിരുന്നാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും ഈ സെമി പെർമെബിൾ മെംബ്രെയിനിലൂടെ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാൻ കഴിയില്ല. മറിച്ച് ഡിസ്പേഷൻ മീഡിയത്തിൻ്റെ പാർട്ടിക്കിൾസ് മാത്രം മൂവ് ചെയ്ത് കടന്നു പോകും, ഓപ്പോസിറ്റ് ഇലക്ട്രോഡിലേക്ക് കടന്നു പോകും. ഇഫ് എ സെമി പെർമെബിൾ മെംബ്രെയിൻ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ 2 ഇലക്ട്രോഡ്സ്, ദ പാർട്ടിക്കിൾസ് ഓഫ് ദ ഡിസ്പേഷൻ മീഡിയം cannot pass through the membrane. Only very small particles can pass through. ഡിസ്പേഷൻ മീഡിയമോ കൊളോയിഡൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യില്ല. വെരി സ്മോൾ പാർട്ടിക്കിൾസ് ക്യാൻ മൂവ്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു സെപ്പറേഷൻ മെത്തേഡ്, പ്യൂരിഫിക്കേഷൻ മെത്തേഡ് കണ്ടില്ലേ? അതേപോലെ വളരെ സ്മോൾ ആയിരിക്കുന്ന പാർട്ടിക്കിൾസ് ക്യാൻ മൂവ് ടുവേഴ്സ് ദ ഓപ്പോസിറ്റ് ഇലക്ട്രോഡ്സ്. ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോ ഓസ്മോസിസ്. നെക്സ്റ്റ് ഈസ് കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാൽ സെറ്റിലിംഗ് ഡൗൺ ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. precipitation ആണ്. കൊളോയിഡിനെ precipitate ചെയ്യിപ്പിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ കൊയാഗുലേഷൻ എന്ന് പറയുക. അതിനൊരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യണം. സോ കൺവേർഷൻ ഓഫ് എ കൊളോയിഡ് ഇൻറ്റു precipitate ഈസ് കോൾഡ് കൊയാഗുലേഷൻ. ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ ആഡിങ് ഓർ ബൈ ദ അഡീഷൻ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് or by mixing 2 oppositely charged colloids. 2 oppositely charged colloids ആഡ് ചെയ്താൽ, ഒരു പോസിറ്റീവ് ചാർജ്ഡ് കൊളോയിഡും ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് ചാർജ് ആണല്ലോ, മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിലിംഗ് ഡൗൺ നടക്കും, കൊയാഗുലേഷൻ നടക്കും. കാരണം ന്യൂട്രലൈസ് ചെയ്ത് പോകും. പിന്നെ ബോയിൽ ചെയ്താലും ഈ പറയുന്ന പോലത്തെ സെറ്റിലിംഗ് ഡൗൺ നടക്കും. കാരണം അൺസ്റ്റെബിലൈസ് ചെയ്യും. ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ അൺസ്റ്റെബിലൈസ് ചെയ്യും കൊളോയിഡ്, സെറ്റിലിംഗ് ഡൗൺ നടക്കും. പിന്നെ ഒന്ന് ഇലക്ട്രോഫോറസിസ് ആണ്. ദാറ്റ് ഇസ് നോൺ ടു യു. ഓക്കെ. ഇനി ഈ കൊയാഗുലേഷൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട റൂൾ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഹാർഡി-ഷൂൾസ് റൂൾ. നോക്കൂ, നമ്മൾ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് കൊയാഗുലേഷൻ നടക്കുന്നത്. ഇലക്ട്രോലൈറ്റിലുള്ള അയോണുകളാണ് കൊയാഗുലേഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ അയോണിൻ്റെ ചാർജ് കൂടിയാൽ കൊയാഗുലേഷൻ്റെ റേറ്റ് കൂടും. ദാറ്റ് റൂൾ ഈസ് കോൾഡ് ഹാർഡി-ഷൂൾസ് റൂൾ. വെരി സിമ്പിൾ. ദ ഗ്രേറ്റർ ദ വാലൻസ് ഓഫ് ദ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് ആഡഡ് ടു ദ കൊളോയിഡൽ സൊല്യൂഷൻ, ദ ഫാസ്റ്റർ ഈസ് ദ കൊയാഗുലേഷൻ ഓഫ് ദ കൊളോയിഡൽ സൊല്യൂഷൻ. കൊളോയിഡൽ സൊല്യൂഷൻ്റെ റേറ്റ്, കൊയാഗുലേഷനെ കൊളോയിഡൽ സൊല്യൂഷൻ്റെ അല്ലെ കൊളോയിഡിൻ്റെ കൊയാഗുലേഷൻ്റെ റേറ്റ് കൂടുന്നത്, ഫാസ്റ്റ് ആവുന്നത് എപ്പോഴാണ്? വെൻ ദ ചാർജ് ഓഫ് ദ ഇലക്ട്രോലൈറ്റിൻ്റെ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഇലക്ട്രോലൈറ്റിൻ്റെ ചാർജ് കൂടുന്ന സമയത്ത്, അതായത് +1 ആയിരുന്നു, കുറച്ച് റേറ്റിലാണ്, ഒരു ഓർഡിനറി റേറ്റിലാണ് കൊയാഗുലേഷൻ നടക്കുക. അതിന് ചാർജ് +2 ആണ്, കാറ്റയോണിൻ്റെ ചാർജ് +2 ആണെന്ന് വിചാരിക്കുക. ഈ കൊളോയിഡ് നെഗറ്റീവ് കൊളോയിഡ് ആണെന്ന് വിചാരിക്കുക. എങ്കിൽ നെഗറ്റീവ് കൊളോയിഡിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ നമ്മൾ പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ്, ദാറ്റ് മീൻസ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യണം. ആ ഓപ്പോസിറ്റ്ലി ചാർജ് ഇലക്ട്രോലൈറ്റിൻ്റെ ചാർജ് +1 ആണെന്ന് വിചാരിക്കുക. ആ +1 ആകുമ്പോൾ ഉണ്ടാകുന്ന റേറ്റിനേക്കാൾ കൂടുതലായിരിക്കും, കൊയാഗുലേഷൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. +2
+2 ചാർജ് ആവുന്ന സമയത്ത് +2 ചാർജിന് ഉള്ളതിനേക്കാൾ റേറ്റ് കൂടുതലായിരിക്കും +3 ചാർജ് ആകുമ്പോൾ. ദാറ്റ് മീൻസ് കാറ്റയോണിൻ്റെ ചാർജ് കൂടി വരുന്നതിനനുസരിച്ച് നെഗറ്റീവ് കൊളോയിഡിൻ്റെ കൊയാഗുലേഷൻ്റെ റേറ്റ് കൂടി വരും. ഇനി തിരിച്ച് ചിന്തിച്ചാൽ ഒരു പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡാണ് നമ്മൾ എടുത്തതെന്ന് വിചാരിക്കുക. അതിലേക്ക് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോലൈറ്റാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ -1 ചാർജുള്ള ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നതിനേക്കാൾ ഫാസ്റ്റർ ആയിരിക്കും കൊയാഗുലേഷൻ്റെ റേറ്റ് -2 ചാർജുള്ള അയോൺ ആഡ് ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ. അതിനേക്കാൾ കൂടുതലായിരിക്കും -3 ചാർജുള്ള അയോൺ ആഡ് ചെയ്യുമ്പോൾ. ദാറ്റ് മീൻസ് the greater is the valence of the oppositely charged ion of the electrolyte added to a colloidal solution, the faster is the coagulation of colloidal solution. അതായത് the more the charge on the ion used for coagulation, the more the coagulating power of the electrolyte. This rule is called Hardy-Schulz rule. Very important. ഓർത്തിരിക്കുക. ഇത് ധാരാളം എക്സാമിനേഷന് ചോദിച്ചുള്ളൊരു ക്വസ്റ്റനാണ്. ഇതിൻ്റെ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി നമുക്ക് കാണാൻ കഴിയും. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഹാർഡി-ഷൂൾസ് റൂൾ എന്ന് ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. നമുക്ക് അതൊന്ന് എക്സാമ്പിളായിട്ട് നോക്കാം. ദിസ് ഹാർഡി-ഷൂൾസ് റൂളിൻ്റെ എക്സ്പ്ലനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ ദ കൊയാഗുലേഷൻ ഓഫ് എ നെഗറ്റീവ് സോൾട്ട്, ഫ്ലോക്കുലേറ്റിംഗ് പവർ ഓർ കൊയാഗുലേറ്റിംഗ് പവർ, ഫ്ലോക്കുലേഷൻ ഓർ കൊയാഗുലേഷൻ രണ്ടും തന്നെയാണ്. സോ ഫ്ലോക്കുലേറ്റിംഗ് പവർ ഈസ് ഇൻ ദ ഓർഡർ, നെഗറ്റീവ് കൊളോയിഡാണ് എടുത്തിരിക്കുന്നത്. Al3+നാണ് കൊയാഗുലേഷൻ്റെ റേറ്റ് കൂടുതൽ. അത് ഏതിനേക്കാൾ കൂടുതലായിരിക്കും? Ba2+നേക്കാൾ കൂടുതലായിരിക്കും. അതിനേക്കാൾ കുറവായിരിക്കും ഏതിന്? Na+ന്. അപ്പോൾ Na+ന് കുറഞ്ഞ കഴിവേ ഉള്ളൂ കൊയാഗുലേറ്റ് ചെയ്യാൻ. Ba2+ന് കുറച്ചുകൂടി കൂടും. അതിപ്പോൾ Mg2+ ആണെങ്കിൽ അങ്ങനെ തന്നെ Mg2+ന് കുറച്ചുകൂടി കൂടും. പിന്നെ Al3+ന് കുറച്ചുകൂടി കഴിവ് കൂടും. ദാറ്റ് മീൻസ് ചാർജ് കൂടുന്നതിനനുസരിച്ച്, കാറ്റയോണിൻ്റെ ചാർജ് കൂടുന്നതിനനുസരിച്ച് നെഗറ്റീവ് സോളിൻ്റെ ഫ്ലോക്കുലേഷനെ അഥവാ കൊയാഗുലേഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും, ഫാസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കും. അതുപോലെ തിരിച്ച് ചിന്തിച്ചാൽ, സിമിലർലി ഇൻ ദ കൊയാഗുലേഷൻ ഓഫ് എ പോസിറ്റീവ് സോൾട്ട്, ദ ഫ്ലോക്കുലേറ്റിംഗ് പവർ ഓർ ദ കൊയാഗുലേറ്റിംഗ് പവർ ഈസ് ഇൻ ദ ഓർഡർ FeCN 6 times 4-, അത് 4- ചാർജുള്ള ആനയോൺ ആണ്. പിന്നെ PO4 ഫോസ്ഫേറ്റ്, PO4 3- അയോൺ, 3 ചാർജ് ചാർജുള്ള അയോൺ ആണ്. അത് അടുത്തത് SO4 2-, പിന്നെ Cl-. ഇതിൽ എന്താ മനസ്സിലാക്കാൻ കഴിയുക? ഒരു പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ ഏറ്റവും കഴിവുള്ളത് ഇവിടെ ഏതിനാണ്? FeCN 6 4- എന്ന നെഗറ്റീവ് അയോണിനാണ്. അടുത്തത് PO4 3- എന്ന നെഗറ്റീവ് അയോൺ, പിന്നെയാണ് SO4 2- നെഗറ്റീവ് അയോൺ. ഏറ്റവും കുറവ് ഏതിനായിരിക്കും? Cl- എന്ന നെഗറ്റീവ് അയോണിനായിരിക്കും. ഓക്കെ, ഈ എക്സാമ്പിൾസ് ഒക്കെ നന്നായിട്ട് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഈസ് സോപ്പ് ആൻഡ് ഇറ്റ്സ് ആക്ഷൻ. ഈ ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സോപ്പ്. സോപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, കാരണം സോപ്പിൻ്റെ ക്ലീനിങ് ആക്ഷനും മിസൽ ഫോർമേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗത്ത്. സോ സോപ്പ് ഈസ് എ സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്. ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് സോഡിയം പാമിറ്റേറ്റ് C15H31COONA. ഇത് സോഡിയം പാമിറ്റേറ്റ് ഏതാണ്? സോഡിയം പാമിറ്റേറ്റ് ഏതാണ്? C15H31COONA. ഓക്കെ, സോഡിയം പാമിറ്റേറ്റ് സോപ്പ്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതിലുള്ള എക്സ്പ്ലനേഷനാണ് ചിന്തിക്കുന്നത്. സോപ്പ് മോളിക്യൂൾസ് ഹാസ് 2 പാർട്സ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഏതൊക്കെയുള്ളത്? ഒന്ന് ഹൈഡ്രോ കാർബൺ പാർട്ട്, ദാറ്റ് ഈസ് സൊല്യൂബിൾ ഇൻ ഓയിൽ. മറ്റൊന്നൊരു പോളാർ പാർട്ടാണ്, ദാറ്റ് ഈസ് സൊല്യൂബിൾ ഇൻ വാട്ടർ. അപ്പോൾ 2 പാർട്ട്, ഒന്ന് ഹൈഡ്രോഫിലിക് പാർട്ട്, ഒന്ന് ഹൈഡ്രോഫോബിക് പാർട്ട്. ഹൈഡ്രോഫോബിക് പാർട്ട് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ കാർബൺ പാർട്ടാണ്. ഹൈഡ്രോഫോബിക് പാർട്ട് ദാറ്റ് ഈസ് സൊല്യൂബിൾ ഇൻ ഓയിൽ. ഹൈഡ്രോഫിലിക് പാർട്ട് എന്ന് പറയുന്നത് വാട്ടർ സൊല്യൂബിൾ പാർട്ടാണ്, ദാറ്റ് ഈസ് പോളാർ ഗ്രൂപ്പ്. ശരി, നോക്കൂ, നമുക്ക് അതിൻ്റെ ഡയഗ്രം നോക്കാം. ഡയഗ്രത്തിൽ കൃത്യമായിട്ട് കാണാൻ കഴിയും. ഓയിൽ ഡ്രോപ്പ്ലെറ്റ് ഉണ്ട്. നമ്മുടെ ഡ്രസ്സിലോ നമ്മുടെ ശരീരത്തിലോ ഒക്കെ ഉള്ള ഒരു ഡേർട്ട്, അഴുക്ക്, അത് ഓയിൽ ഡ്രോപ്പ്ലെറ്റ് ഓർഗാനിക് പാർട്ടാണെന്ന് വിചാരിക്കുക. ആ ഓർഗാനിക് പാർട്ടിലേക്ക് സോപ്പ് മോളിക്യൂളിൻ്റെ ഓർഗാനിക് പാർട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. ഹൈഡ്രോഫോബിക് പാർട്ട് അഥവാ ഓർഗാനിക് പാർട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു ഓയിൽ ഡ്രോപ്പിലേക്ക്. എന്നാൽ ഹൈഡ്രോഫിലിക് പാർട്ട്, അതായത് ഇനോർഗാനിക് പാർട്ട് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് ഏതിലേക്ക് ലിങ്ക് ചെയ്യുക? വാട്ടറിലായിരിക്കും ലിങ്ക് ചെയ്യുക. അങ്ങനെയാണ് വാട്ടറും ഈ ഓയിലും തമ്മിൽ, നമ്മൾ ഡേർട്ടും തമ്മിൽ ലിങ്ക് വരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കാതെ അലക്കിക്കഴിഞ്ഞാൽ, തുണിയൊക്കെ അലക്കിക്കഴിഞ്ഞാൽ, സോപ്പ് ഉപയോഗിക്കാതെ നമ്മൾ ശരീരം വൃത്തിയാക്കുന്നു എങ്കിൽ നമ്മുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ഓർഗാനിക് മെറ്റീരിയലിനെ വാട്ടറിന് എന്ത് ചെയ്യാൻ കഴിയില്ല? റിമൂവ് ചെയ്യാൻ കഴിയില്ല. കാരണം വാട്ടറിന് ഈ ഓർഗാനിക് മാറ്ററുമായിട്ട് ചിലപ്പോൾ ലിങ്ക് കിട്ടില്ല, കണക്ഷൻ കിട്ടില്ല, ബോണ്ട് ഫോം ചെയ്യാൻ കഴിയില്ല. പക്ഷേ അതിനിടയിലുള്ള ലിങ്കിങ് ഫാക്ടറായിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? സർഫക്റ്റൻ്റ് അഥവാ ഡിറ്റർജൻറ്റ് അഥവാ സോപ്പ് മോളിക്യൂൾ വർക്ക് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കിയേ, സോപ്പിൻ്റെ 2 പാർട്ടാണ്. ഒന്ന് നോൺ പോളാർ ഹൈഡ്രോ കാർബൺ ചെയിൽ, 2 അയോണിക് പോളാർ ഹെഡ് ഡിറ്റർജൻറ്റ് സർഫാക്റ്റൻ്റ് മോളിക്യൂളിനെ എടുത്തു എന്ന് മാത്രം, എക്സ്പ്ലനേഷൻ തന്നു എന്ന് മാത്രം ശ്രദ്ധിക്കുക.
ഇനി നോക്കുക, ഓർഗാനിക് പാർട്ട് ഓഫ് ദ സോപ്പ് റിമെയിൻസ് ഇൻ ദ ഓയിൽ ആൻഡ് ദ പോളാർ പാർട്ട് റിമെയിൻസ് ഇൻ വാട്ടർ. അപ്പോൾ പിടിച്ച് വലിക്കും. വാട്ടർ ഇങ്ങനെ നമ്മൾ അലക്കുന്ന സമയത്ത് ജർക്കിങ് വരുന്നു, അല്ലെങ്കിൽ ഷേക്കിംഗ് വരുന്നു, അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലൊക്കെ ഷേക്ക് വരുന്നു. ആ ഷേക്ക് വരുമ്പോൾ ഇളക്കി എടുക്കുകയാണ്, ഓയിൽ പാർട്ടിനെ ഇളക്കി എടുക്കും വാട്ടർ. അതിനുള്ള ഒരു ലിങ്കിങ് ഫാക്ടർ, ഒരു ചെയിൻ പോലെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ശരിക്കും ഈ സർഫാക്റ്റൻ്റ് മോളിക്യൂൾ അഥവാ സോപ്പ് മോളിക്യൂൾ വർക്ക് ചെയ്യുന്നത്. സോ ദ ഇൻ്റർഫേഷ്യൽ ടെൻഷൻ ബിറ്റ്വീൻ ഓയിൽ ആൻഡ് വാട്ടർ ഡിക്രീസസ് ആൻഡ് ആൻ എമൽഷൻ ഈസ് ഫോംഡ്. അപ്പോൾ സോപ്പ് വെച്ച് നമ്മൾ കഴുകിയെടുക്കുന്ന സമയത്ത് ഈ ഓയിലിൻ്റെയും വാട്ടറിൻ്റെയും ഇടയ്ക്കുള്ള ഇൻ്റർഫേഷ്യൽ ടെൻഷൻ ഒഴിവാവുകയും, അത് സോപ്പാണ് ഇവിടെ ലിങ്ക് ചെയ്യുന്നത്. ഒരു എമൽസിഫയിങ് ഏജൻറ്റ് പോലെ ഇൻ്റർഫേഷ്യൽ ടെൻഷനെ റെഡ്യൂസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു എമൽഷൻ ഫോം ചെയ്യും. അഴുക്കിൻ്റെ, നമുക്കറിയാലോ സോപ്പ് ഉപയോഗിച്ച് നമ്മൾ അഴുക്ക് കഴുകിയെടുക്കുന്ന സമയത്ത് ഒരു എമൽഷൻ പോലെയാണ് ഫോം ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളത് റിമൂവ് ചെയ്യും. കഴുകിയെടുക്കുന്ന സമയത്ത് റിമൂവ് ചെയ്യും. ഇനി ശ്രദ്ധിക്കുക, എന്താണ് ഒരു പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് എന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഏരിയ. ഒരു ലയോഫിലിക് കൊളോയിഡാണ് സാധാരണ പ്രൊട്ടക്റ്റീവ് കൊളോയിഡായിട്ട് അറിയപ്പെടുന്നത്. ലയോഫോബിക് കൊളോയിഡിലേക്ക് നമ്മൾ കുറച്ച് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ കൊയാഗുലേഷൻ നടക്കും. ലയോഫോബിക് കൊളോയിഡിലേക്ക്, ലയോഫിലിക്കിലും നടക്കും, പക്ഷേ ലയോഫോബിക്കാണ് പെട്ടെന്ന് കൊയാഗുലേഷൻ നടക്കുക. ഈസിലി കൊയാഗുലേറ്റഡ് ആണ് ലയോഫോബിക് കൊളോയിഡ്, കാരണം സ്റ്റെബിലിറ്റി കുറവാണ്. അങ്ങനെയുള്ള ഒരു മാൻ മെയ്ഡ് ലയോഫോബിക് കൊളോയിഡിലേക്ക് കുറച്ച് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ അത് കൊയാഗുലേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള കൊയാഗുലേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഈ ലയോഫോബിക് കൊളോയിഡിനെ കൊയാഗുലേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലയോഫിലിക് കൊളോയിഡിനെയാണ് എന്ത് പറയുക, പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് എന്ന് പറയുക. എ ലയോഫിലിക് colloid that when present in small quantities keeps lyophilic colloids from precipitating under the coagulating action of electrolytes. ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ ലയോഫോബിക് കൊളോയിഡ് കൊയാഗുലേറ്റ് ചെയ്യുന്നതിനെ തടുക്കാൻ കുറഞ്ഞ ക്വാണ്ടിറ്റി എങ്കിലും ലയോഫിലിക് കൊളോയിഡ് ചേർക്കുന്നുവെങ്കിൽ ആ ലയോഫിലിക് കൊളോയിഡിൻ്റെ പേരാണെന്ത്, പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ്. ഓക്കെ, അത് ഏതൊക്കെ ആകാം, ജെലാറ്റിൻ ആകാം, നാച്ചുറൽ ഗം ആവാം, സെല്ലുലോസ് ഡെറിവേറ്റീവ്സ് ആകാം, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ്. സോ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് എന്താ ചെയ്യുന്നത്, ലയോഫോബിക് കൊളോയിഡിൻ്റെ കൊയാഗുലേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. എന്ത്, ലയോഫിലിക് കൊളോയിഡ്സ്. ഓർത്തിരിക്കുക. നെക്സ്റ്റ്, emulsions. Both dispersed phase and dispersion medium are liquids. They are called emulsions. നമ്മൾ കണ്ടതാണ് 8 കാറ്റഗറീസ് ഓഫ് കൊളോയിഡ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാറ്റഗറിയാണ് ഇത്, എമൽഷൻ. 2 തരത്തിലുള്ള എമൽഷൻസ് ആണ് ഉണ്ടാവുക. ഒന്ന് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ്, 2 വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ്. രണ്ടും ഓർത്തിരിക്കുക. എന്താണ് വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ്, എന്താണ് ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് നോക്കാം. നമ്പർ 1, ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ്. അവിടെ ഓയിലാണ് എന്ത്, ഡിസ്പേഴ്സ്ഡ് ഫേസ്, വാട്ടറാണ് എന്ത്, ഡിസ്പെർഷൻ മീഡിയം. സോ ഓയിൽ ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ. ഓയിൽ ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ. ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ മിൽക്ക്. മിൽക്ക് നമ്മൾ നേരത്തെ കണ്ടല്ലോ. എന്താ മിൽക്ക്? മിൽക്ക് എന്താണ്, ലിക്വിഡ് ഫാറ്റ് ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടറാണ് മിൽക്ക്. അവിടെ ഈ ലിക്വിഡ് ഫാറ്റാണ് അഥവാ ഓയിലായിട്ട് നിൽക്കുന്നത്, അതാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. വാട്ടറാണ് അവിടുത്തെ ഡിസ്പെർഷൻ മീഡിയം. സോ ഓയിൽ ഇൻ വാട്ടർ ടൈപ്പ് കൊളോയിഡിന് എക്സാമ്പിൾ മിൽക്ക്. അടുത്തത് ഏതായിരിക്കും അപ്പം, വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ്. വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഡിസ്പേഴ്സ്ഡ് ഫേസ് വാട്ടർ ആയിരിക്കും, ഓയിലായിരിക്കും അവിടുത്തെ ഡിസ്പെർഷൻ മീഡിയം. ഏറ്റവും നല്ല എക്സാമ്പിൾ ബട്ടർ. അപ്പോൾ ബട്ടർ നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ബട്ടറിൽ വാട്ടറാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, ഡിസ്പെർഷൻ മീഡിയം ഏതാണ്, ലിക്വിഡ് ഫാറ്റാണ്. ഓർത്തിരിക്കുക. അപ്പോൾ 2 ടൈപ്പ് കൊളോയിഡ്സും 2 ടൈപ്പ് എമൽഷൻസും നന്നായിട്ട് മനസ്സിലാക്കുക. അതിനെ ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നു. കാണുന്ന സമയത്ത് നമുക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ക്രീം, ഓയിൽ ഇൻ വാട്ടർ എക്സാമ്പിൾ. ക്രീം എന്ന് പറയുന്നത് ഓയിൽ ഇൻ വാട്ടറിന് എക്സാമ്പിളാണ്. അടുത്ത ബട്ടർ, വാട്ടർ ഇൻ ഓയിലിന് എക്സാമ്പിളാണ്. അപ്പോൾ മിൽക്കും ക്രീമും എന്താണ്, ഓയിൽ ഇൻ വാട്ടർ കൊളോയിഡിന് എമൽഷന് എക്സാമ്പിളാണ്. ഇനി സ്റ്റെബിലൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ദ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ സ്റ്റെബിലൈസ് ആൻ എമൽഷൻ ഈസ് കോൾഡ് എമൽസിഫയിങ് ഏജൻറ്റ് ഓർ എമൽസിഫയർ. സോപ്സ്, ഡിറ്റർജൻസ് ഒക്കെ നല്ല എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഓഫ് കൊളോയിഡ്സും കൂടി പറഞ്ഞാൽ ഈ ഭാഗം ഏതാണ്ട് തീരും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊളോയിഡ്സിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ കിട്ടിക്കഴിഞ്ഞു. ഇനി കൊളോയിഡ്സിലെ ആപ്ലിക്കേഷൻസ് കൂടി നോക്കിയാൽ മതി. ഒന്ന്, ക്ലീനിങ് ആക്ഷൻ ഓഫ് സോപ്പ്. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല. പിന്നെ റബ്ബർ ഇൻഡസ്ട്രിയിൽ വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ റബ്ബർ കൊളോയിഡാണ്. ശരിക്കും പറഞ്ഞാൽ റബ്ബർ നെഗറ്റീവ് കൊളോയിഡാണ്. ഈ റബ്ബർ പ്ലേറ്റിംഗ് എന്ന് പറയുന്ന ടെക്നോളജിയിൽ ഈ കൊളോയിഡൽ ആക്ഷനാണ് ഉപയോഗിക്കുന്നത്. ഡെപ്പോസിഷൻ, ആനോഡിൻ്റെ മേലെ ഡെപ്പോസിറ്റ് ചെയ്യും. നെഗറ്റീവ് കൊളോയിഡാണല്ലോ, ആനോഡിൻ്റെ മേലെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് പ്രക്രിയ നടത്തുന്നത്. ദാറ്റ് ഈസ് റബ്ബർ പ്ലേറ്റിംഗ് എന്ന് പറയുന്ന ടെക്നോളജി നടത്തുന്നത്. അപ്പോൾ അവിടെ ഈ ആപ്ലിക്കേഷൻ വരുന്നത് കൊളോയിഡിൻ്റെ ആപ്ലിക്കേഷനാണ്. അടുത്ത പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ബൈ ആലം. ആലം ഉപയോഗിച്ച് വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്നത് സെറ്റിലിംഗ് ഡൗൺ നടത്തിയിട്ടാണ്. ഈ പറയുന്ന അൺവാണ്ടഡ് മെറ്റീരിയൽസിനൊക്കെ സെറ്റിലിംഗ് ഡൗൺ നടത്തിയിട്ട് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നു. അടുത്തത് ഇൻ മെഡിസിൻസ്, അത് നമുക്ക് അർഗിറോൾ എന്ന് പറയുന്നത്, പിന്നെ മിൽക്ക് ഓഫ് മഗ്നീഷ്യ, ഇതിലൊക്കെയാണ് സാധാരണ എന്തുപയോഗിക്കുന്നത്, കൊളോയിഡൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് ഡെൽറ്റ ഫോർമേഷൻ. ഡെൽറ്റ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ കടലിലേക്ക്, ഓഷ്യനിലേക്ക്, സീയിലേക്ക് റിവർ ചെന്ന് ചേരുന്ന ആ ഭാഗത്ത്
ധാരാളം വെജിറ്റേഷൻ നമുക്ക് കാണാൻ കഴിയും. ധാരാളം തെങ്ങും കാര്യങ്ങളും അതിൽ കണ്ടൽക്കാടുകളൊക്കെ ഉണ്ടാകുന്നത് അല്ലേ, മാൻഗ്രൂവ്സ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ്. എങ്ങനെയാണ് അവിടെ ഡെൽറ്റ ഫോം ചെയ്യുന്നത് വെച്ചാൽ ഈ നദിയിൽ റിവറിൽ വരുന്ന വെള്ളത്തിൽ എന്താണ് ശരിക്കും അത് കൊളോയിഡാണ്. അല്ല ധാരാളം ഈ പറയുന്ന സെഡിമെൻറ്റേഷൻസിന് സാധ്യതയുണ്ട്, ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കും. അത് വന്നിട്ട് ഇലക്ട്രോലൈറ്റിലേക്ക് ലിങ്ക് ചെയ്യാണ്. ഇലക്ട്രോലൈറ്റ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഈ ഓഷ്യനിലേക്ക് എത്തുമ്പോൾ ഓഷ്യൻ്റെ ഒരു 10 കിലോമീറ്റേഴ്സ് ഇപ്പുറം വെച്ച് തന്നെ എന്തുണ്ട്, ഉപ്പ് വെള്ളമുണ്ട്, സലൈൻ വാട്ടർ ഉണ്ട്. ഉപ്പ് എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ്, സലൈൻ വാട്ടറിൽ സോഡിയം ക്ലോറൈഡ് ഉണ്ട്. സോഡിയം ക്ലോറൈഡ് ഇലക്ട്രോലൈറ്റ് ആണ്. ആ ഇലക്ട്രോലൈറ്റ് ഈ വരുന്ന റിവർ വാട്ടറിലെ കൊളോയിഡിനെ എന്ത് ചെയ്യും, സെറ്റിൽ ഡൗൺ ചെയ്യിപ്പിക്കും, കൊയാഗുലേഷൻ നടത്തും, എന്നിട്ട് ഡെൽറ്റ ആയിട്ട് അത് ഫോം ചെയ്യും. ആ ഡെൽറ്റയിലാണ് ഈ പറയുന്ന വെജിറ്റേഷൻ വരുന്നത്. അതിൻ്റെ കരകളിൽ, ഈ റിവറിൻ്റെ കരകളിലൊക്കെ തീരങ്ങളിൽ ധാരാളം എന്തുണ്ട്, ഈ ഡെൽറ്റ ഫോം അടിഞ്ഞുകൂടും. പിന്നെ റിവർ വറ്റുന്ന സമയത്ത്, റിവറിൽ വെള്ളം കുറയുന്ന സമയത്തൊക്കെ ശരിക്കും നമുക്കത് കാണാനും കഴിയും. അവിടെയാണ് ഈ പറയുന്ന വെജിറ്റേഷൻ, നല്ല പ്ലാന്റ്സ് എല്ലാം വളർന്നു വരുന്നത്. തെങ്ങൊക്കെ നല്ലോണം ഉണ്ടാവും, തേങ്ങ ഇതെല്ലാം നല്ലോണം ഉണ്ടാവും. ഓക്കെ, ശ്രദ്ധിക്കാം. ദാറ്റ് ഈസ് ഡെൽറ്റ ഫോമേഷൻ. അപ്പോൾ ഡെൽറ്റ ഫോമേഷൻ്റെ റീസൺ എന്താണ്? ശരിക്കും കൊയാഗുലേഷനാണ്. ഈ ഓഷ്യനിലുള്ള ഇലക്ട്രോലൈറ്റ് നദിയിൽ നിന്ന് വരുന്ന റിവർ വാട്ടറിനെ എന്ത് ചെയ്യുന്നു, കൊയാഗുലേറ്റ് ചെയ്യുന്നു. അടുത്ത ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേഷൻ, ഈ കോട്ടറൽ പ്രസിപ്പിറ്റേറ്റർ എന്ന് പറയും. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേഷൻ ചിമ്മിനികളിലാണ്, ഈ ഫാക്ടറികളുടെ ചിമ്മിനികളിൽ, ഫാക്ടറികളുടെ പുകക്കുഴലുകളിൽ, വലിയ ഉയരത്തിലുള്ള പുകക്കുഴലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ചിമ്മിനി. ആ ചിമ്മിനികളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്മോക്ക്, പുക എന്തുണ്ടാക്കാം, പൊല്യൂഷൻ ഉണ്ടാക്കാം. അപ്പോൾ ആളുകളൊക്കെ അതിനെ പ്രിവെൻറ്റ് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും, ദാറ്റ് മീൻസ് പ്രൊട്ടസ്റ്റ് ചെയ്യും, എതിർക്കും. അത് പറ്റില്ല, ഫാക്ടറി പറ്റില്ല, അത് മാറ്റണം എന്നുകൊണ്ട് വലിയ പൊല്യൂഷനാണല്ലോ ശരിക്കും. അതിന് പരിസരത്തുള്ള ആളുകളൊക്കെ എതിർക്കും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി, പൊല്യൂഷൻ വരുന്നത് കാണുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ചിമ്മിനിയുടെ എൻഡിൽ, ഏറ്റവും ടോപ്പിൽ 2 മെറ്റൽ റിങ് പിടിപ്പിക്കും. ആ 2 മെറ്റൽ റിങ്ങിൽ ഒന്ന് കാഥോഡായിട്ട് ഒന്ന് ആനോഡായിട്ട് കണക്ഷൻ കൊടുക്കും. ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുത്ത് കാഥോഡ് ആനോഡ് ആക്കും. ഇനി എന്താ ചെയ്യുക വെച്ചാൽ, റിങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത്തിരി വലിപ്പത്തിലുള്ള ഷീറ്റുകൾ പോലത്തൊക്കെ ആയിരിക്കാം. ഇനി ചെയ്യുന്നത് മേലേക്ക് വരുന്ന പുക എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും സ്മോക്ക് ഈസ് എ കൊളോയിഡ് യൂണിറ്റ്. അതിൽ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ഉണ്ട്. അപ്പോൾ ഈ പുക വന്നിട്ട് ഈ റിങ്ങിലേക്ക്, അതുപോലെ ചിലപ്പോൾ വയർ ഗൗസ് പോലത്തെ ഒന്നാ പിടിപ്പിക്കുക, നെറ്റ് പോലത്തെ ഒരു സംഗതി. അപ്പോൾ അതിലൊക്കെ ഈ ഓപ്പോസിറ്റ് അയോൺസ് ആണ് കൊടുത്തിട്ടുണ്ടാവുക. ആദ്യത്തെ നെറ്റ് ഓപ്പോസിറ്റ് ചാർജാണ് കൊടുത്തിട്ടുണ്ടാവുക. ആദ്യത്തെ നെറ്റ് പോസിറ്റീവ് ചാർജുള്ളതാണ്, രണ്ടാമത്തെ നെറ്റ് മുകളിലുള്ള നെറ്റ്, താഴത്തെ നെറ്റ് പോസിറ്റീവ് ചാർജാണെങ്കിൽ മുകളിലുള്ള നെറ്റ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഒരു റിങ്, ഒരു ഷീറ്റ് പോസിറ്റീവ് ചാർജാണ്, ഒരു ഷീറ്റ് നെഗറ്റീവ് ഷീറ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്രകാരം ചാർജ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പുകയിലുള്ള അയോൺസ് ഓപ്പോസിറ്റ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്തിട്ട് അവിടെ പറ്റിപ്പിടിക്കും, ഡെപ്പോസിറ്റ് ചെയ്യും. ആ കുറേ കഴിയുന്ന സമയത്ത് അത് നിറയുമ്പോൾ നമ്മൾ അത് കുത്തിയെടുക്കും, ഡെപ്പോസിഷനൊക്കെ കുത്തിയെടുത്ത് മാറ്റി ക്ലീൻ ചെയ്യും, ചിമ്മിനി ക്ലീൻ ചെയ്യും. അപ്പോൾ ഇപ്രകാരം ഒരു ഇൻഡസ്ട്രിയിൽ, വെഹിക്കിൾസിലും സാധാരണ യൂസ് ചെയ്യാൻ വേണമെങ്കിൽ, അപ്പോൾ ഇൻഡസ്ട്രിയിലാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേഷൻ. അപ്പോൾ ഈ പുകക്കുഴലിൽ ചിമ്മിനിയിലുള്ള ഈ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ഇലക്ട്രോഡ് കൊടുത്ത് കൊളോയിഡിൻ്റെ ഈ ചാർജിൻ്റെ ആപ്ലിക്കേഷൻ എടുത്ത് വരുന്ന ഒരു കൺസെപ്റ്റാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേഷൻ അഥവാ കോട്ടറൽ പ്രസിപ്പിറ്റേഷൻ. അപ്പോൾ കൊളോയിഡ്സിൻ്റെ ആപ്ലിക്കേഷനും ക്ലിയർ ആയി കഴിഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ഇറ്റ് ഈസ് വെരി ഈസി ടു മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നന്നായി പഠിക്കുക. ബെസ്റ്റ് വിഷസ്. താങ്ക് യു.